നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു NCERT സെഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളിവിടെ സോളാർ സിസ്റ്റം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഏർത്തിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഏർത്തിനെ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ പോവാം. ഏർത്തിൽ എന്തൊക്കെ ഉണ്ടായി ചേരുമ്പോഴാണ് ഏർത്ത് ആവുന്നത്, എങ്ങനെ ഏർത്തിന്റെ ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്യാം, അങ്ങനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയി. നമ്മൾ ആദ്യം യൂണിവേഴ്സിനെ പഠിച്ചു, സോളാർ സിസ്റ്റത്തിനെ പഠിച്ചു, ഗാലക്സീനെ പഠിച്ചു, അങ്ങനെ പഠിച്ചിപ്പോൾ ഏർത്തിലെത്തി. ഇനി ഏർത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഏർത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, അതിന്റെ ജിയോമോർഫോളജി എന്ത്, അതിന്റെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ക്ലൈമറ്റോളജി എന്ത്, അതിൽ ഓഷ്യൻസ് പഠിക്കാൻ നമുക്ക് ഓഷ്യനോഗ്രഫി ഉണ്ട്. അങ്ങനെ ഓരോ വിഭാഗമായിട്ട് ഓരോന്നോരോന്ന് പഠിക്കാൻ പോവാം. സോ ആദ്യം നമ്മൾ ജിയോമോർഫോളജിയിലേക്ക് കയറാൻ പോകുന്നത്, അല്ലെങ്കിൽ എർത്തിനെ പറ്റിയുള്ള പഠനം, എർത്തിന്റെ മോർഫോളജിനെ പറ്റിയുള്ള പഠനം, അതാണ് ജിയോമോർഫോളജി. സോ നമ്മൾ ഏർത്ത് എങ്ങനെയാണ് ഏർത്ത് ഇരിക്കുക, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ലോഞ്ചിറ്റ്യൂഡ് എന്താ, ലാറ്റിറ്റ്യൂഡ് എന്താ, കോർഡിനേറ്റ്സ് എങ്ങനെ എടുക്കുന്നത്, അങ്ങനെ ഇന്റീരിയർ എങ്ങനെ, റോക്ക് സ്ട്രക്ചർ എന്ത്, അതെല്ലാം, മൗണ്ടൻ ബിൽഡിംഗ്, ഡ്രെയിനേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ജിയോമോർഫോളജിയിൽ കവർ ചെയ്യും. പിന്നെ ക്ലൈമറ്റിലേക്ക് പോകുന്നു, ഓഷനോഗ്രഫിയിലേക്ക് പോകുന്നു, പിന്നെ നമ്മളെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. സോ ഇതെല്ലാം കൂടുമ്പോഴാണ് ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ജോഗ്രഫി ഇതെല്ലാം കൂടുമ്പോഴാവുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് കയറും. സോ നമ്മൾ ആദ്യത്തെ പാർട്ടായിട്ടുള്ള സോളാർ സിസ്റ്റം കഴിഞ്ഞു. ഇനി നമ്മൾ ജിയോമോർഫോളജിയിൽ കയറാണ്, അല്ലെങ്കിൽ ഏർത്തിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഓക്കെ, ജിയോ എന്ന് പറഞ്ഞാൽ എന്താ, ഏർത്ത് ലൈക്ക്, അതാണ് ജിയോ മോർഫോളജി, എർത്തിന്റെ മോർഫോളജി, എർത്തിന്റെ ഉപരിതലം എങ്ങനെയാണുള്ളത്, അല്ലെങ്കിൽ എർത്തിന്റെ മോർഫോളജി എങ്ങനെയാണ്, എർത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള 3 NCERTs ഏതാണെന്ന് വെച്ചാൽ, ഇത് പഴയ NCERT ആണ്. ഏത് NCERT ക്ലാസ് 6 ചാപ്റ്റർ 2 ഗ്ലോബ്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ആദ്യം നമുക്ക് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ എങ്ങനെ സ്പോട്ട് ചെയ്യാം, ഓക്കെ, ഒരു ലൊക്കേഷൻ എവിടെയാണ്, അല്ലെങ്കിൽ നമുക്ക് സ്ഥലങ്ങളെ എങ്ങനെ അടയാളപ്പെടുത്താം, അതും ക്ലൈമറ്റുമായിട്ടുള്ള ബന്ധം എന്ത്, അതും ടൈമുമായിട്ടുള്ള ബന്ധം എന്ത്, ഇതൊക്കെ ഇന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് പുതിയ 6ാം ക്ലാസ് NCERTയിൽ ലൊക്കേറ്റിംഗ് പ്ലേസസ് ഓൺ എർത്ത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്ലേസസിനെ ലൊക്കേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാലോ എർത്തിന്റെ ഉള്ളിൽ എന്ത്, ബേസിക് സ്ട്രക്ചർ ഓഫ് എർത്ത്. ഓക്കെ, ജിയോമോർഫോളജിയിൽ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് ജിയോമോർഫോളജിയിൽ NCERTയിൽ പഠിക്കാൻ ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് അറിയോ? നമുക്ക് ഈ പറയുന്ന പോലെ റോക്ക് സ്ട്രക്ചർ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് എർത്ത് ക്വേക്ക് പഠിക്കാനുണ്ട്, വോൾക്കാനോസ് പഠിക്കാനുണ്ട്, മൗണ്ടൻ, പിന്നെ അങ്ങോട്ട് മൗണ്ടൻ ബിൽഡിംഗ് എല്ലാം പഠിക്കാനുണ്ട്. സോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് കവർ ചെയ്യാം. അത് കഴിയുമ്പോൾ ഇതിന്റെ ഒരു കൺസെപ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ, സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, NCERT ഓപ്ഷണൽ ആണ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത നേരിട്ട് NCERT ഉള്ളത് കൊണ്ടും നിങ്ങളുടെ ബേസ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് NCERT ആയതുകൊണ്ട് നമ്മൾ NCERT സെഷൻ കൊണ്ട് വരുന്നത്. NCERT പഠിച്ചത് കൊണ്ട് കൺസെപ്റ്റ് ക്ലാസ് സ്കിപ്പ് ചെയ്യരുത്. കൺസെപ്റ്റ് ക്ലാസ് മാൻഡേറ്ററി ആണ്. അത് പഠിച്ചിട്ട് പോയാൽ മാത്രമേ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്, എന്താണ് കോർഡിനേറ്റ്. ആ കോർഡിനേറ്റ് പറയുന്നതിന് മുന്നേ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്താണെന്നും ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്നും, എന്താണ് ലാറ്റിറ്റ്യൂഡും ക്ലൈമറ്റ് തമ്മിലുള്ള ബന്ധം, എന്താണ് ലോഞ്ചിറ്റ്യൂഡും ടൈമും തമ്മിലുള്ള ബന്ധം, അതിൽ തന്നെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ് ഏതെല്ലാം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് ഏതെല്ലാം, ഓക്കെ, അങ്ങനെ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയും. ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്തേക്ക് കടക്കുമ്പോഴേ നമ്മൾ പറയുള്ളൂ. ഇപ്പൊ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയാം. ഓക്കെ, സോ അത് രണ്ടും പറഞ്ഞിട്ട് അത് വെച്ചിട്ട് നമ്മൾ കോർഡിനേറ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ നമ്മൾ ടൈം സോൺ, എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇന്ത്യ ഇരിക്കുന്ന ടൈം ഏത്, നമ്മുടെ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ നമ്മുടെ സീറോ ഗ്രീൻവിച്ച് ലൈൻ ഇത് നമ്മുടെ ടൈം കണ്ടുപിടിച്ചത് എങ്ങനെയാണ്, അത് മനസ്സിലാക്കും. ഏർത്തിന്റെ ഇന്റീരിയറിനെ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കും. പിന്നെ ടൈപ്സ് ഓഫ് റോക്സ് മനസ്സിലാക്കും. ഇതെല്ലാം ഒരേ ലെവൽ, ഈ പറഞ്ഞ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിന്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ ഉള്ളത് +2 NCERTയിലാണ്. അത് നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടെ ഡെപ്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കൺസെപ്റ്റ് ക്ലാസ്സിൽ പിക്ചേഴ്സ് ഉപയോഗിച്ച് കാണാം. കാര്യം NCERT മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കുറച്ച് ഇമേജസ് എല്ലാം വെച്ച് പറ്റാവുന്ന വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അവിടെ ക്ലാസ് എടുക്കുക. ഓക്കെ, കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ബേസിക് NCERTs മനസ്സിലാക്കുക, ഇത് നല്ല ഉപകാരപ്പെടും. നിങ്ങൾക്ക് എന്തായാലും ബേസ് സെറ്റ് ചെയ്യാൻ ഇതായിരിക്കും ബെസ്റ്റ്, സംശയമില്ല. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ 1 ആണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ പുതിയ NCERTയുടെ. ഇതിൽ പഴയ ഏർത്തിന്റെ ഒരു അല്ലെങ്കിൽ പഴയ ഗ്ലോബിന്റെ ഏർത്തിന്റെ മാപ്പിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിലും കുറച്ച് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഉണ്ട്. ആര്യഭട്ടയുടെ ഒരു കോട്ടും കൊടുത്തിട്ടുണ്ട്. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അടുത്തത് ആദ്യമായിട്ട് ഇത് കോർഡിനേറ്റ്സിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുന്നേ നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത് ഒരു കഥ പോലെ പറയുകയാണ്. എന്താ പറയുന്നത്, ഇക്വേറ്റർ, നമ്മൾ എവിടെ നിൽക്കുക, ഇക്വേറ്ററിൽ പോയി നിൽക്കുക. ഞാൻ ഇവിടെയാണ്, ഞാൻ ആദ്യം ഇക്വേറ്ററിൽ എവിടെയെങ്കിലും പോയി നിന്നു. ഓക്കെ, അതായത് ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഏർത്തിന്റെ നടുക്കേൽ കൂടെ പോകുന്ന ഒരു ഇമാജിനറി ലൈനാണ്. ഇതെല്ലാം ഇമാജിനറി ലൈൻസ് ആട്ടോ, ഇതൊന്നും ഏർത്തിലുള്ള ലൈൻസ് അല്ല. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി, നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി, നമുക്ക് ഏർത്തിനെ പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഇമാജിനറി ലൈൻസ് ആണ് ഇതെല്ലാം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആ ഏർത്തിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, അവിടെ ഇക്വേറ്ററിനെ വരച്ചു. അതാണ് ആദ്യത്തെ ലാറ്റിറ്റ്യൂഡ്, നടുക്കേ കൂടെയുള്ള വര, ഏർത്തിനെ വട്ടം മുറിച്ചുകൊണ്ടുള്ള വര. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു ഇക്വേറ്ററിൽ നിന്ന് മുകളിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യുന്നു, ആൻഡ് ട്രാവൽ ടുവേർഡ്സ് വൺ ഓഫ് ദ പോൾസ്.
നോർത്ത് പോള് സൗത്ത് പോള്. ഓക്കെ, നോർത്ത് പോള് സൗത്ത് പോള്. ഓക്കെ, ഞാൻ ഇക്വേറ്ററിൽ നിൽക്കുന്നുണ്ട്, നോർത്ത് പോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുവർ ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ ഇൻക്രീസസ്. എന്റെ ഇക്വേറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. വൺ ഓഫ് ദ പോൾസ് യുവർ ഡിസ്റ്റൻസ് ഇൻക്രീസസ്. ലാറ്റിറ്റ്യൂഡ് മെഷേഴ്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ആളാണ് ആര്? ലാറ്റിറ്റ്യൂഡ്. ഇപ്പൊ നമ്മള് ഇക്വേറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ ഇക്വേറ്ററിൽ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ലാറ്റിറ്റ്യൂഡ് എത്തി. മുകളിലോട്ട് പോകുന്തോറും ആ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വട്ടം മുറിച്ചാലുള്ളത്, ക്രോസ് സെക്ഷനിൽ മുറിച്ചാലുള്ളതാണ് ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാ? ക്രോസ് സെക്ഷനിൽ മുറിച്ചാലുള്ളതാണ്. ഓക്കെ, at the point of travel you can draw imaginary line that run from east to west. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കുള്ള ഒരു ഇമാജിനറി ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് എന്ത്? ലാറ്റിറ്റ്യൂഡ്. അത് നമ്മൾ പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. കാര്യം ഇത് പാരലൽ ആയിട്ടായിരിക്കും സ്ഥിതി ചെയ്യുക. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും, ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കും. ഏതൊരു പോയിന്റ് എടുത്താൽ പോലും അത് ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് പാരലൽ ആയതുകൊണ്ടാണ് പാരലൽ എന്ന് പറയുന്നത്. അതൊരു സർക്കിൾ ആയിട്ടായിരിക്കും ഇരിക്കുക, അതിന് ചുറ്റുമുള്ള സർക്കിൾസ് ആയിട്ട്. അപ്പൊ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതായിരിക്കും? ഇക്വേറ്റർ ആയിരിക്കും, നടുക്കുള്ള ലാറ്റിറ്റ്യൂഡ്. ഏറ്റവും ചെറിയ ലാറ്റിറ്റ്യൂഡ് ഏതായിരിക്കും? പോളിന്റെ തൊട്ടടുത്തുള്ള ലാറ്റിറ്റ്യൂഡ് ഏറ്റവും ചെറുതായിരിക്കും. പോളിലെത്തുമ്പോഴത്തേക്ക് 0 ആവും അല്ലെ? പക്ഷെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? ഇതിന്റെ സർക്കംഫറൻസ് കുറഞ്ഞ് ഇല്ലാതെ ആവുന്നുണ്ടാവും, പക്ഷെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നത്. അവിടെ വരെ ഓക്കെ ആണ്. The largest circle is at equator, while the circles marked on parallel of latitude grow smaller and smaller as we move northward and southward. നോർത്തിലേക്ക് പോകുന്തോറും അല്ലെങ്കിൽ സൗത്തിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ പാരലൽസിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നുണ്ടാവും. സർക്കംഫറൻസ്, സർക്കിള് ചെറുതായി വരുന്നുണ്ടാവും. പക്ഷെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്, ഈക്വൽ ഡിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ ആണ്, അവിടെ ലോക്ക് ചെയ്യാം. ഇത് നമ്മൾ ഡിഗ്രീസിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇക്വേറ്റർ എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ്. ഇക്വേറ്റർ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ്. അത് നോർത്തിലും അല്ല സൗത്തിലും അല്ല. ഓക്കെ, ഇത് നോർത്ത് ഭാഗം, ഇത് സൗത്ത് ഭാഗം. നോർത്തിലും അല്ല സൗത്തിലും അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇനി നോർത്ത് പോളിലോട്ട് പോകുന്തോറും 90 ഡിഗ്രി, 0 to 90 ഡിഗ്രി സൗത്ത്, 0 to 90 ഡിഗ്രി നോർത്ത്. നോർത്തിലേക്ക് പോകുന്നതോറും 90 ഡിഗ്രി നോർത്തും വരുന്നു, 90 ഡിഗ്രി സൗത്തും വരുന്നു. സോ അതിന്റെ പേര് അതെന്തായി മാറുന്നു? ഇത് സൗത്ത് പോൾ. ഓക്കെ, ഇത് നോർത്ത് പോൾ. ഓക്കെ, ഇക്വേറ്റർ 0 ഡിഗ്രി, സൗത്ത് പോൾ 90 ഡിഗ്രി സൗത്ത്, നോർത്ത് പോള് 90 ഡിഗ്രി നോർത്ത്. അപ്പൊ അത്രയും ഡിഫറൻസ് അവർ തമ്മിലുള്ളത്. 0 90ലേക്ക് പോകുന്നു, താഴെ 0 90ലേക്ക് പോകുന്നു. ഒരെണ്ണം സൗത്ത്, ഒരെണ്ണം നോർത്ത്. ലാറ്റിറ്റ്യൂഡിന്റെ കാര്യം ഓക്കെ, വളരെ സിമ്പിൾ ആണ്. 0 ഡിഗ്രി നോർത്ത്, 0 ഡിഗ്രി സൗത്ത്. ഓക്കെ, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആരുണ്ട്? ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ലാറ്റിറ്റ്യൂഡ്സ് വന്നിങ്ങനെ? വെറുതെ ഒരു നടക്ക് മുറിച്ചതൊന്നും അല്ല. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ, ഇതെല്ലാം വന്നത് എങ്ങനെയാ? വെറുതെ ഉണ്ടാക്കിയതല്ല, അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ സൂര്യരശ്മികൾ, സൂര്യൻ ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്നത് വച്ചിട്ടാണ് നമ്മൾ ചില ലാറ്റിറ്റ്യൂഡ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സൂര്യന്റെ രശ്മികൾ ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്നത് എവിടെ? ഇനി പതിക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതെവിടെ? അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ഉള്ളതാണ്, നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ക്ലൈമറ്റും ലാറ്റിറ്റ്യൂഡും തമ്മിൽ ബന്ധമുണ്ട്. ക്ലൈമറ്റും ലാറ്റിറ്റ്യൂഡും തമ്മിൽ ബന്ധമുണ്ട്. എങ്ങനെയാ ബന്ധം വരുന്നത്? There is a connection between latitude and climate. Around the equator, the climate is generally hot. അതായത് സൂര്യന്റെ രശ്മികൾ, സൂര്യൻ ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇത് എർത്ത് ആണ്. സൂര്യന്റെ രശ്മികൾ നേരിട്ട് അടിക്കുന്നത്, ഓക്കെ, നേരിട്ട് അടിക്കുന്ന സ്ഥലം ഇവിടെ ഇക്വേറ്റർ ആണ്. അപ്പൊ ഇക്വേറ്ററിൽ എന്താ? ചൂട് കൂടുതലാണ്. ഓക്കെ, സൂര്യരശ്മികൾ പോൾസിലേക്ക് കറക്റ്റ് ആയിട്ട് അടിക്കില്ല, നേരിട്ട് അടിക്കില്ല, വളരെ കുറച്ച് ലൈറ്റേ അടിക്കുള്ളൂ, ചെരിഞ്ഞ് അടിക്കുള്ളൂ. അപ്പൊ അവിടെ ചൂട് കുറവും തണുപ്പ് കൂടുതലാണ്. അതാണ് അന്റാർട്ടിക്കയും ആർട്ടിക് ഒക്കെ ഐസ് ആയിട്ട് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? സോ പോൾസ് ഐസും കൂടുതലുള്ള സ്ഥലം ഇക്വേറ്ററും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 0 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രി നോർത്തിലേക്കോ 90 ഡിഗ്രി സൗത്തിലേക്കോ പോകുമ്പോൾ തണുപ്പായി വരും. ചൂടിൽ നിന്ന് തണുപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുമ്പോൾ ചൂടിൽ നിന്ന് തണുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. As you travel from equator towards 2 poles, the climate becomes more moderate. അതായത് കുറഞ്ഞു വരും. And closer to north and south pole, the climate grows colder. തണുപ്പായി മാറും. ഓക്കെ, പോളിലെത്തുമ്പോൾ നല്ല തണുപ്പായി മാറും. ആദ്യം ഹോട്ടായി, പിന്നെ ഒരു മോഡറേറ്റ് ആയി ക്ലൈമറ്റ് ആയി, പിന്നെ കോൾഡ് ആയി മാറി. ഈ 3 ട്രാൻസിഷൻസ് 0 to 90ലേക്ക് പോകുമ്പോൾ വരും. ഇനി എങ്ങനെയാ വരുന്നേ? നിങ്ങൾ നോക്കുക, 0 ഡിഗ്രി
ഇത് ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ലൈൻ ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ലൈൻ എത്രയാണ്? 23.5 ഡിഗ്രി നോർത്ത്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് സൗത്തിൽ ഒരാളുണ്ട്. ആരാണ്? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. പുള്ളിക്കാരൻ എവിടെയാ? 23.5 ഡിഗ്രി സൗത്ത്. എവിടെ? 23.5 ഡിഗ്രി സൗത്ത്. സോ രണ്ടാൾക്കാരുണ്ട്. എങ്ങനെയാണ് ഈ 23.5 ഡിഗ്രി നോർത്തും 23.5 ഡിഗ്രി സൗത്തും കിട്ടിയത്? സൂര്യൻ, നമ്മുടെ ഭൂമി കുറച്ച് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, സ്വന്തം അച്ചുതണ്ടില് 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് ആരിയിരിക്കുന്നത്? ഭൂമി ഇരിക്കുന്നത്. ഭൂമി അങ്ങനെ ഇരിക്കുമ്പോൾ ഭൂമി നമ്മൾ വിചാരിക്കുന്നത് എന്താ? സൂര്യൻ നേരെ ഭൂമിയിലേക്ക് അടിക്കുന്നു എന്നല്ലേ വിചാരിക്കുന്നത്? അങ്ങനെയല്ല അടിക്കുക. പകരം എങ്ങനെ അടിക്കുക? ചെരിഞ്ഞാണ് അടിക്കുക. ഓക്കെ, ചെരിഞ്ഞാണ് അടിക്കുക. ഈ ചെരിഞ്ഞടിക്കുമ്പോൾ എന്താ ഡിഫറൻസ് വരിക? നേരെ ഇക്വേറ്ററിലേക്ക് മാത്രമല്ല, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യനെ കറക്റ്റായിട്ട് സൂര്യൻ നേരെ അടിക്കുന്ന ഭാഗം ഇത്രയും ഭാഗമാണ്. നമുക്ക് ക്ലൈമറ്റിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാട്ടോ. ജസ്റ്റ് ഇവിടെ ഒന്നും ഓർത്ത് വെച്ചാൽ മതി. ക്ലൈമറ്റിൽ നമ്മൾ ഈ ക്ലൈമറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ അടിക്കുന്നത്, എന്തുകൊണ്ടാണ് ക്യാൻസറിന്റെ മുകളിലേക്ക് പോകുന്നത്, എല്ലാം വ്യക്തമായിട്ട് പഠിക്കും. ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ഒരു ഭാഗം ഇത്രയും ഭാഗത്ത് മാത്രമേ ആരുള്ളൂ? ഇത്രയും ഭാഗത്ത് മാത്രമേ സൂര്യൻ തലയ്ക്ക് മുകളിൽ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. നമ്മൾ ഈ ഭാഗത്തുള്ളതുകൊണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ സൂര്യൻ കറക്റ്റ് ആയിട്ട് കാണുന്നത്. നമുക്ക് ഏറ്റവും ചൂട് കിട്ടുന്നത് നമ്മൾ ഈ ഭാഗത്തുള്ളതുകൊണ്ടാണ്. സോ ഈ ഭാഗത്ത് ചൂട് വളരെ കൂടുതലായതുകൊണ്ട് ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ടോറിഡ് സോൺ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലുള്ള സോൺ. ഏതാണ്? ടോറിഡ് സോൺ. ഓക്കെ, സോ ഇവിടെ എന്തായിട്ടുള്ള ഇക്വേറ്റർ 0 ഡിഗ്രി നോർത്ത് ആണ്, നോർത്ത് പോൾ 90 ഡിഗ്രി നോർത്ത് ആണ്, സൗത്ത് പോൾ 90 ഡിഗ്രി സൗത്ത് ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്ത് ആണ്. അതുപോലെ തന്നെ പിന്നെ കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ അവിടെ സൂര്യരശ്മികൾ നേരിട്ട് പതിയുന്നില്ല, പകരം ചെരിഞ്ഞാണ് പതിയുന്നത്. സോ അവിടെ അത്ര ചൂടില്ല, അന്ന് അത്ര തണുപ്പില്ല, കാര്യം ചെരിഞ്ഞാണെങ്കിലും പതിക്കുന്നുണ്ടേ. സോ ആ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പറേറ്റ് സോൺ. ഓക്കെ, സോ ആദ്യത്തെ നമ്മുടെ റേഞ്ച് ഏരിയ ഏതാണ്? ആദ്യത്തെ നമ്മുടെ ഏരിയ ടോറിഡ് സോൺ. രണ്ടാമത്തെ നമ്മുടെ ഏരിയ ഏതാണ്? ടെമ്പറേറ്റ് സോൺ. ഓക്കെ, ടോറിഡ് വന്നു, ടോറിഡ് ഹോട്ട് ആണ്. ടെമ്പറേറ്റ് വന്നു, ടെമ്പറേറ്റ് എങ്ങനെയാണ്? മോഡറേറ്റ് ആണ്. മോഡറേറ്റ് ആണ്. പക്ഷേ എന്തില്ല, അവിടെ കൊണ്ട് കഴിയുന്നുണ്ടോ? പിന്നെ ഒരു സാധനം വരുന്നുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം ആരാണ്? അതാണ് ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും. ഓക്കെ, ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും എത്രയിലാണ്? 66 ഡിഗ്രി സൗത്തിലും 66 ഡിഗ്രി നോർത്തിലും. ഓക്കെ, സോ ടോറിഡ് വന്നു, ടെമ്പറേറ്റ് വന്നു. ഇനി വരാൻ പോകുന്ന ആളുടെ പേരാണ് ഫ്രിജിഡ് സോൺ, അല്ലെങ്കിൽ ഫ്രിഡ്ജ് കേട്ടിട്ടില്ലേ? ഫ്രിജിഡ് സോൺ. അവിടെ കോൾഡ് ആണ്, തണുപ്പാണ്. അവിടെ സൂര്യരശ്മികൾ പതിയുന്നില്ല. ചില സ്ഥലങ്ങളിൽ സൂര്യനെ കാണുന്നുമില്ല. 24 അവേഴ്സും അവർക്ക് പകൽ തന്നെയായിരിക്കും. 6 മാസം കഴിയുമ്പോൾ 24 അവേഴ്സും അവർക്ക് നൈറ്റ് തന്നെയായിരിക്കും. നമുക്ക് ഇനി വരുന്ന സ്ഥലങ്ങളിൽ കാണാം, ക്ലൈമറ്റോളജിയിലൊക്കെ വ്യക്തമായിട്ട് കാണാം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന ആ പ്രതിഭാസം എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങളോട് മനസ്സിലാക്കുക, ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഗ്ലോബിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 23.5 ഡിഗ്രിയിൽ മോഡറേറ്റ് ആവുന്നു, 66.5 ഡിഗ്രിയിൽ കോൾഡ് ആവുന്നു. ഓക്കെ അല്ലേ? ഇത്രയും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിജിഡ് സോൺ. ഞാൻ ഇതെല്ലാം ഒന്ന് മായ്ക്കാം, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, സോ ഈ ഒരു ഭാഗം എന്താണ്? ടോറിഡ് ആണ്. ഈ ഒരു ഭാഗം എന്താണ്? ടെമ്പറേറ്റ് ആണ്. ഈ ഒരു ഭാഗം എന്താണ്? ഫ്രിജിഡ് ആണ്. അത് തന്നെയാണ് താഴെ എഴുതിയിട്ടുള്ളത്. ഇനി എന്താണ് ഈ ഭാഗങ്ങളുടെ പ്രത്യേകത നോക്കാം. എന്താണ് ഈ ഭാഗങ്ങളുടെ പ്രത്യേകത? ഹീറ്റ് സോൺ ഓഫ് എർത്ത്. ഇതിന് ഓരോ സോൺസ് ഓഫ് എർത്ത് എന്നാ പറയാം. ഞാൻ പറഞ്ഞില്ല, ലാറ്റിറ്റ്യൂഡ് മാറുമ്പോൾ ക്ലൈമറ്റിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിജിഡ് സോൺ. അതിന്റെ പ്രത്യേകതകൾ NCERT കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തുള്ളത് നോക്കാം. ദ മിഡ് ഡേ സൺ ഇസ് എക്സാക്ട്ലി, മിഡ് ഡേ സൺ ഇസ് എക്സാക്ട്ലി അറ്റ്ലീസ്റ്റ് 1. നമ്മുടെ ഓവർ ഹെഡില് മിഡ് ഡേ സൺ എക്സാക്ട്ലി ഒരു വട്ടെങ്കിലും വരും. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള സ്ഥലത്ത്, ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ക്യാൻസർ, കാപ്രിക്കോൺ, ഈ രണ്ടിനും ഇടയിലുള്ള സ്ഥലത്ത് ഒരു വട്ടമെങ്കിലും നമ്മുടെ ഓവർ ഹെഡിൽ സൺ വരും. അതുകൊണ്ട് അവിടെ ബേസിക്കലി ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് അതിനെ മാക്സിമം ഹീറ്റ് ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ടോറിഡ് സോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത സ്ഥലം മിഡ് ഡേ സൺ നെവർ ഷൈൻസ് ഇൻ ഓവർ ഹെഡ്. നേരെ ഓവർ ഹെഡ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ നേരെ ഈ ഉപരിതലത്തിന് നേരെ ഒരിക്കലും സൂര്യൻ വരില്ല. ചെരിഞ്ഞ രശ്മികളെ അവിടെ വരുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ഏരിയ നമ്മൾ വിളിക്കുന്നത്, അതായത് കാപ്രിക്കോൺ മുതൽ ആർട്ടിക് സർക്കിളിന് ഇടയിലുള്ള സ്ഥലം. കാപ്രിക്കോണും നമ്മൾ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ കാപ്രിക്കോണും
നമ്മൾ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ കാപ്രിക്കോണിന്റെയും അതുപോലെ ക്യാൻസറിന്റെയും ആർട്ടിക്കൽ സർക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം, അല്ലെങ്കിൽ കാപ്രിക്കോണിന്റെയും അന്റാർട്ടിക് സർക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം. ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്താ? ഇവിടെ സൂര്യൻ നേരിട്ട് തലയ്ക്ക് മുകളിൽ വരുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഏരിയയിൽ പൊതുവെ ചൂട് കുറവായിരിക്കും. പക്ഷെ ഫ്രിജിഡ് സോണിന്റെ അത്രയും തണുപ്പ് ഉണ്ടാവില്ല, ഇക്വേറ്ററിന് അത്രയും ചൂടും ഉണ്ടാവില്ല. സോ അതിനെ നമ്മൾ മോഡറേറ്റ് സോൺ അല്ലെങ്കിൽ ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കുന്നു. ടെമ്പറേറ്റ് സോൺ എന്ന് വിളിക്കുന്നു. ഇനി അടുത്തതോ സൗത്ത് പോളിനും നോർത്ത് പോളിനും അടുത്ത്, അതായത് ആർട്ടിക് സർക്കിൾ മുതൽ സൗത്ത് പോളിന്റെ ഇടയിലുള്ള സ്ഥലം, അന്റാർട്ടിക് സർക്കിൾ മുതൽ സൗത്ത് പോളിന് ഇടയിലുള്ള സ്ഥലം, ആർട്ടിക് സർക്കിൾ മുതൽ നോർത്ത് പോൾ, അന്റാർട്ടിക് സർക്കിൾ മുതൽ സൗത്ത് പോൾ, ഇതിനിടയിലുള്ള സ്ഥലം തണുപ്പ് വളരെ കൂടുതലായിരിക്കും. അവിടെ സൺ ഷൈൻ ചെയ്യാറ് പോലും സ്ഥലമുണ്ട്. ചില സ്ഥലങ്ങളിൽ 24 മണിക്കൂറിലും എന്തായിരിക്കാം, ചില സമയങ്ങളിൽ പകലായിരിക്കാം. അത് കഴിഞ്ഞ് സൂര്യൻ താഴോട്ട് പോകുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ സംഭവം വരുന്നതൊക്കെ ക്ലൈമറ്റോളജിയിൽ പഠിക്കാം. സൂര്യൻ താഴോട്ട് പോകുമ്പോൾ അവിടെ ഫുൾ ഡേ ഇരുട്ടുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കാനഡയിൽ ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ഇവിടെ പകല് കൂടുതലാണ് രാത്രി കുറവാണ്. പിന്നെ പകല് കുറവാവും രാത്രി കൂടുതലാവും. നമുക്ക് പൊതുവെ ഏറെക്കുറെ ഒരേ സമയമാണ്, കാര്യം നമ്മൾ ഇക്വേറ്ററിന് അടുത്താണ്, അതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ മുകളിലോട്ട് പോകുന്തോറും ലാറ്റിറ്റ്യൂഡ് കൂടുന്തോറും ഇവർക്ക് സമയത്തിൽ മാറ്റം വരും. നിങ്ങൾ കാനഡയിലും ജർമ്മനിയിലും അല്ലെങ്കിൽ നെതർലൻഡിലും അയർലൻഡിലുള്ള കൂട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതിന്റെ കാരണം അതാണ്. വ്യക്തമായിട്ടുള്ള കാരണം ആഴത്തിൽ നമുക്ക് ക്ലൈമറ്റോളജിയിൽ മനസ്സിലാക്കാം. ഓക്കെ, വിൻഡിന്റെ കാര്യം പറയുമ്പോഴും അതുപോലെ ക്ലൈമറ്റിന്റെ കാര്യം പറയുമ്പോഴും സൈക്ലോണിന്റെ കാര്യം പറയുമ്പോഴൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഏരിയ ഫുൾ നമുക്ക് കവർ ചെയ്യാം. നിങ്ങൾ ആരും പേടിക്കണ്ട. സോ ഈ 3 സോൺ തൽക്കാലം മനസ്സിലാക്കുക. കണ്ടോ, ഇത് നേരെ വരുന്നത്, ചെരിഞ്ഞു വരുന്നത്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തല്ലോ, ഇത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഗ്ലോബിനെ പറ്റി മനസ്സിലാക്കിയല്ലോ. ഇനി മുന്നോട്ട് പോകുമ്പോൾ കണ്ടോ, ഇത് ഇക്വേറ്റർ ആണ്. ഈ ഒരു ഏരിയയിലാണ് എന്ത് വരുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുന്നത്. ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുന്നത്. ഇവിടെ ആർട്ടിക് സർക്കിൾ വരുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ലാറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ക്ലൈമറ്റിനെ പ്ലോട്ട് ചെയ്തു. ക്ലൈമറ്റും ലാറ്റിറ്റ്യൂഡിനോട് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. ഒരു ചോദ്യം ചോദിക്കുകയാണ്, ക്ലൈമറ്റുമായിട്ട് ബന്ധമുള്ളത് എന്തിനാണ്? ലാറ്റിറ്റ്യൂഡിനാണോ ലോഞ്ചിറ്റ്യൂഡിനാണോ എന്ന് ചോദിച്ചാൽ ലാറ്റിറ്റ്യൂഡിനാണ്, സംശയമില്ല. ഈ ലോഞ്ചിറ്റ്യൂഡും ആരുമായിട്ടാ ബന്ധം? ടൈമുമായിട്ടാ ബന്ധം. നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന ആരെ വെച്ചിട്ടാ? ലോഞ്ചിറ്റ്യൂഡിനെ വെച്ചിട്ടാ. സോ ക്ലൈമറ്റ് ലാറ്റിറ്റ്യൂഡിനെ വെച്ചിട്ടായി, ലോഞ്ചിറ്റ്യൂഡിനെ വെച്ചിട്ട് ടൈമുമായി. ഇത്രയും ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം എന്താണ് ലോഞ്ചിറ്റ്യൂഡ് നോക്കാം. നമ്മള് യൂറോപ്പ് ആഫ്രിക്ക അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് ദൂരം പിന്നിട്ടു. വട്ടത്തിൽ, നമ്മുടെ ഏർത്തിനെ വട്ടത്തിൽ മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മുറിച്ചു. നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് ലോങ് ആയിട്ട് മുറിച്ചു എന്ന് വിചാരിക്കുക. ലോഞ്ചിറ്റ്യൂഡ് ലോങ് ഓർത്ത് വയ്ക്കുക, പൊക്കം ഓർത്ത് വയ്ക്കുക. നമ്മൾ ഇത്രയും ലോങ് ആണ് എന്ന് പറയുന്ന സ്ഥലം എന്താ? പൊക്കം ഓർത്ത് വയ്ക്കുക. സോ ലോഞ്ചിറ്റ്യൂഡ് എന്താ? പൊക്കത്തിൽ നമ്മൾ മുറിക്കുന്നതിനാണ് പറയുക. അങ്ങനെ പൊക്കത്തിലുള്ള ഈ വരകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദീസ് ലൈൻസ് ആർ കോൾഡ് മെറിഡിയൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. നമ്മൾ അപ്പുറം പാരലൽ എന്ന് വിളിച്ചു. ഇവിടെ നമ്മൾ പാരലൽ എന്ന് വിളിക്കുന്നില്ല. എന്താ കാരണം? എന്തായിരിക്കാം കാരണം? ഇവിടെ നമ്മൾ പാരലൽ എന്ന് വിളിക്കാത്ത എന്താ? ഇപ്പൊ ഇതാണ് സർക്കിൾ എങ്കിൽ, ഇതാണ് ഇക്വേറ്റർ എങ്കിൽ ഇവിടെ ഒരു ലോഞ്ചിറ്റ്യൂഡ് വന്നു. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും വരുന്നു, അടുത്തത് വരുന്നു. ഇതിനൊരു കുഴപ്പമുണ്ട്. നടുക്ക് നിന്ന് ഇക്വേറ്ററിന്റെ അവിടെ ലോഞ്ചിറ്റ്യൂഡ് എന്തായിരിക്കും? ഏറ്റവും മാക്സിമം ആയിരിക്കും. പോളിന്റെ അവിടെ എത്തുമ്പോൾ ഇവരെല്ലാം ഒരേ സ്ഥലത്തേക്ക് വരും. അവിടെ ലോഞ്ചിറ്റ്യൂഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. ഓക്കെ, ഇക്വേറ്ററിന്റെ അവിടെ ലോഞ്ചിറ്റ്യൂഡിന്റെ ഡിസ്റ്റൻസ് കൂടുതലാണ്. പിന്നെ കുറഞ്ഞ് പോളിൽ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും കൂട്ടിമുട്ടൂലേ? അതുകൊണ്ടാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന പാരലൽ എന്ന് വിളിക്കുന്നില്ല, പകരം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. ഡിസ്റ്റൻസ് സെയിം അല്ല, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തല്ല? സെയിം അല്ല. അതുകൊണ്ട് നമ്മൾ എന്താ വിളിക്കുന്നത്? മെറിഡിയൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് വിളിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്, മെറിഡിയൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, ദേ ആർ ഹാഫ് സർക്കിൾസ് റണ്ണിങ് ഫ്രം വൺ പോൾ ടു ഈച്ച് അതർ. ഒരു പോളിൽ നിന്ന് അടുത്ത പോളിലേക്ക്, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് റൺ ചെയ്യുന്ന ഒരു സെമി സർക്കിൾ ആണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് വ്യത്യാസം? കാര്യം ഒരു സ്ഥലത്ത് പോയി ഒന്നിക്കുമ്പോൾ നടുക്ക് കൂടുതലായിരിക്കും, ഒന്നിക്കുന്ന സ്ഥലത്ത് 0 ആയി മാറും. ഓക്കെ, അതാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഈ ലോഞ്ചിറ്റ്യൂഡ്സിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 2 ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട്. നമ്മൾ മറ്റൊരു 4 എണ്ണം പറഞ്ഞു, മൊത്തം 5 എണ്ണം പറഞ്ഞു. ഇക്വേറ്റർ ഒരു സ്റ്റാൻഡേർഡ് ലാറ്റിറ്റ്യൂഡ് ആണ്, 0 ഡിഗ്രി. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഒരു സ്റ്റാൻഡേർഡ് ലാറ്റിറ്റ്യൂഡ് ആണ്, 23.5 ഡിഗ്രി നോർത്ത്. ഇനി ആർട്ടിക് സർക്കിൾ ഒരു സ്റ്റാൻഡേർഡ് ലാറ്റിറ്റ്യൂഡ് ആണ്, എന്ത്? 66.5 ഡിഗ്രി നോർത്ത്. അന്റാർട്ടിക് 66.5 ഡിഗ്രി സൗത്ത്. സോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 5 ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ എവിടെ പറഞ്ഞു? ലാറ്റിറ്റ്യൂഡ് കാര്യത്തിൽ പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡിൽ 2 സ്റ്റാൻഡേർഡ് ആൾക്കാരുണ്ട്. ആരൊക്കെയാ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ആളാണ് പ്രൈം മെറിഡിയൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു മെറിഡിയൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. പ്രൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അല്ലെങ്കിൽ പ്രൈം ആയിട്ടുള്ളത്. ഓക്കെ, സോ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം
മെറിഡിയൻ. ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട്, ഗ്രീൻ. ഏതാണ് വേറെ പേര്? ഗ്രീൻവിച്ച് മെറിഡിയൻ. എന്താണ് എന്റെ പേര്? ഗ്രീൻവിച്ച് മെറിഡിയൻ. ഓക്കെ, സോ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ ഇത് എത്ര ലോഞ്ചിറ്റ്യൂഡില? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡില. അതിന്റെ കാരണം എന്താ? 1884 എല്ലാവരോടും തീരുമാനിക്കുകയാണ് നമുക്കൊരു ബേസ് മുതൽ തുടങ്ങാം. കുറെ രാജ്യങ്ങളോട് തീരുമാനിക്കാം ഒരു ബേസ് മുതൽ തുടങ്ങാം. ആ ബേസ് ആയിട്ട് ലണ്ടനിലൂടെ പോകുന്ന, ഇംഗ്ലണ്ടിലെ ലണ്ടൻ സിറ്റിയിലൂടെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ ഒരു ബേസ് ആക്കി എടുത്തു, 0 ഡിഗ്രി ആയിട്ട് എടുത്തു. സോ പ്രൈം ഡിഗ്രി അവിടെ, പ്രൈം മെറിഡിയൻ എവിടെയുള്ള ഏതിലൂടെ കടന്നു പോകുന്നത്? ലണ്ടനിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ലണ്ടനിലൂടെ കടന്നു പോകുന്നത് നമ്മൾ 0 ആയിട്ട് കണക്കൂട്ടി. The area of London in England would become the international standard prime meridian. It is marked as 0 degree longitude. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ട് ലണ്ടനിലൂടെ കടന്നു പോകുന്ന മെറിഡിയനെ നമ്മൾ കണക്കൂട്ടി. അതിന് നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന് പേരിട്ടു. അതിന് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും പേരുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തത് ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ജസ്റ്റ് ആസ് ലാറ്റിറ്റ്യൂഡ് it's a measure of distance from equator as it travels towards the poles. Longitude is a measure from distance from prime meridian if it travel to the equator. അതായത് നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ മെഷർ ഏതാണ്? ലാറ്റിറ്റ്യൂഡ് ആണ്. ആ സമയത്ത് നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, ഓക്കെ, ക്രോസ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. ലാറ്റിറ്റ്യൂഡ് മുകളിലേക്കും താഴോട്ടും ട്രാവൽ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇക്വേറ്ററിൽ നിന്ന് മുകളിലോട്ടോ താഴോട്ടോ പോയ ലാറ്റിറ്റ്യൂഡ്, ഇക്വേറ്ററിൽ നിന്ന് ഈസ്റ്റിലോട്ടോ വെസ്റ്റിലോട്ടോ പോയി കഴിഞ്ഞാൽ അതേതാണ്? ലോഞ്ചിറ്റ്യൂഡ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞതുപോലെ ഇക്വേറ്ററിന്റെ കേസിൽ നമ്മൾ എന്ത് പറയും? ലോഞ്ചിറ്റ്യൂഡിന്റെ കേസിൽ നമ്മൾ വെസ്റ്റ് ഈസ്റ്റ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ഇത്ര ഡിഗ്രി ഈസ്റ്റ്, ഇത്ര ഡിഗ്രി വെസ്റ്റ്. ഓക്കെ, അത് ഓക്കെയാണ്. വെസ്റ്റ് വേർഡ്സ് ആൻഡ് ഈസ്റ്റ് വേർഡ്സ്. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ന്യൂയോർക്കിലെ ലാറ്റിറ്റ്യൂഡ് എന്താ? 74 ഡിഗ്രി വെസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ ഒന്ന് വായിക്കാണ്. അതായത് ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ എങ്കിൽ 74 ഡിഗ്രി വെസ്റ്റിലാണ് എന്തിരിക്കുന്നത്? 74 ഡിഗ്രി വെസ്റ്റിലാണ് ആരിയ്ക്കുന്നത്? ന്യൂയോർക്ക് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ലണ്ടൻ ആണ്. സോ ഏകദേശം ഇവിടെ ആയിട്ടാണ് ന്യൂയോർക്ക് ഇരിക്കുന്നത്. സോ ഇത് വെസ്റ്റിലാണ്. ഇനി ഈസ്റ്റിലുള്ള ആരാ? നമ്മുടെ ഇന്ത്യനെ തന്നെ എടുക്കാം. ഇന്ത്യ ഈസ്റ്റിലാണ് ഇരിക്കുന്നത്. 82.5 ഡിഗ്രി ഈസ്റ്റിൽ ഇരിക്കുന്നു വിചാരിക്കുക. ഇന്ത്യയിലെ നടക്കുള്ള പോകുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇരിക്കുന്നത് അതിനകത്താണ്. സോ ഇതിന്റെ ഈസ്റ്റിലേക്കുള്ളത് എല്ലാത്തിനെ നമ്മൾ ഈസ്റ്റ് എന്ന് രേഖപ്പെടുത്തുക, കോർഡിനേറ്റ് എഴുതുന്നു, ഈസ്റ്റ് എന്ന് രേഖപ്പെടുത്തുന്നു. വെസ്റ്റിലേക്കുള്ളതിന് വെസ്റ്റ് എന്ന് എഴുതുന്നു, കോർഡിനേറ്റ് എഴുതുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എലമെന്ററി ആയിട്ടുള്ള കാര്യമാണ്, അതെല്ലാം മനസ്സിലാക്കുക. സോ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ലോഞ്ചിറ്റ്യൂഡ്. സോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ്, പ്രൈം ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിന്റെ പേരെന്താണ്? ഇക്വേറ്റർ. പ്രൈം ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിന്റെ പേര് ലാറ്റിറ്റ്യൂഡ് മാറിപ്പോയി. പ്രൈം ആയിട്ട് പറയുന്ന ലാറ്റിറ്റ്യൂഡിന്റെ പേരെന്താ? ലാറ്റിറ്റ്യൂഡിന്റെ പേര് ഇക്വേറ്റർ. അതുപോലെ പ്രൈം ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിന് പറയുന്ന പേരെന്താ? പ്രൈം മെറിഡിയൻ. ഓക്കെ, പ്രൈം മെറിഡിയൻ കട്ട് ചെയ്യുമ്പോൾ 2 ഹെമിസ്ഫിയർ ഉണ്ടാവുന്നു, വെസ്റ്റേൺ ഹെമിസ്ഫിയറും ഈസ്റ്റേൺ ഹെമിസ്ഫിയറും. ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ കട്ട് ചെയ്യുമ്പോൾ 2 ഹെമിസ്ഫിയർ, 2 പകുതി, 2 സെമി സ്ഫിയേഴ്സ് ഉണ്ടാവുന്നു. ഒന്ന് നോർത്തേൺ ഹെമിസ്ഫിയറും ഒന്ന് സദേൺ ഹെമിസ്ഫിയറും. സോ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ നടുക്ക് ഇക്വേറ്ററിന്റെ മുകളിലോട്ടുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇക്വേറ്ററിന്റെ താഴോട്ടുള്ളത് സദേൺ ഹെമിസ്ഫിയർ. അതുപോലെ ഈസ്റ്റിലേട്ടുള്ളത്, അതായത് പ്രൈം മെറിഡിയൻ ഈസ്റ്റിലേട്ടുള്ളത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറും, വെസ്റ്റിലുള്ള വെസ്റ്റേൺ ഹെമിസ്ഫിയറും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഹെമിസ്ഫിയർസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് ഇതിനെല്ലാം മുന്നേ ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറെ രാജ്യങ്ങൾ കൂടി 1884 ഗ്രീൻവിച്ച് മെറിഡിയനെ എന്താക്കി തീരുമാനിച്ചു? അതൊരു സ്റ്റാൻഡേർഡ് ലൈനായിട്ട് തീരുമാനിച്ചു. അതിന് മുന്നേ തന്നെ നമ്മുടെ ഏൻഷ്യന്റ് ആസ്ട്രോണമിക്കൽ ടെക്സ്റ്റുകളിൽ നമുക്ക് ഒരുപാട് ഏൻഷ്യന്റ് സയന്റിസ്റ്റ്സ് ഉണ്ട്. നമ്മൾ പല മുനിമാരും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന് മുന്നേ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വരാഹമിഹിര അതിനകത്തുള്ള ഒരാളാണ്. ഓൾറെഡി ഇവരെല്ലാവരും എന്താണ്? ഒരു പ്രൈം മെറിഡിയൻ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. ഇന്ത്യ ഹാഡ് എ പ്രൈം മെറിഡിയൻ ഓഫ് ഇറ്റ്സ് ഓൺ. ഇന്ത്യക്ക് ഓൾറെഡി പണ്ട് നമ്മുടെ പഴയ ടെസ്റ്റുകളിൽ അങ്ങനെ കാണാൻ പറ്റും. സോ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം NCERT ഉള്ളതുകൊണ്ട്. ഓക്കെ, അതിന് നമ്മൾ മധ്യരേഖ എന്ന് വിളിച്ചോണ്ടിരുന്നത്. പ്രൈം മെറിഡിയൻ നമ്മൾ വിളിച്ചോണ്ടിരുന്നത് എന്താ? ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു പ്രൈം മെറിഡിയൻ ഉണ്ടായി. നമ്മൾ ഇപ്പൊ നോക്കുന്നില്ല, പഴയ ടെക്സ്റ്റുകളിൽ അതിന് മധ്യരേഖ എന്നാ വിളിച്ചോണ്ടിരുന്നത്. മധ്യരേഖ എന്താണ്? ഇന്ത്യയുടെ സ്വന്തം പ്രൈം മെറിഡിയൻ ആണ്. ഇന്ത്യയുടെ സ്വന്തം പ്രൈം മെറിഡിയന്റെ പേര് മധ്യരേഖയാണ്. ഇന്നത്തെ ഉജ്ജയിനിലൂടെയാണ് അത് കടന്നു പോകുന്നത്. നമുക്കൊരു മാപ്പ് കാണാം. ഇന്നത്തെ ഉജ്ജയിനിലൂടെ അത് കടന്നു പോകുന്നത്. വരാഹമിഹിര, എ ഫേമസ് ആസ്ട്രോണമർ, ലിവ്ഡ് ആൻഡ് വർക്ക് ഹിയർ സം 1500 years ago. 1500 years ago ഈ ഒരു മെറിഡിയനെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസും ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസും വരുത്തിയിട്ടുണ്ട്. നവഗ്രഹങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസ്, ഒരുപാട് പുസ്തകങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ലിറ്ററേച്ചർ പഠിക്കാൻ നേരത്ത് ഹിസ്റ്ററിയിൽ ഇതെല്ലാം പഠിക്കാനുള്ള സാധ്യതയുണ്ട്.
ഓക്കെ, അവിടെ നിങ്ങൾ മനസ്സിലാക്കും ഓരോ ചരകന്റെ ചരക സംഹിത ഉണ്ട്, വരാഹമിരയുടെ ബുക്കുകളുണ്ട്, അങ്ങനെ ഒരുപാട് ബുക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ ഇന്ത്യയിലെ പഴയ ആസ്ട്രോണമേഴ്സ് എടുത്തുകൊണ്ടിരുന്ന പ്രൈം മെറിഡിയൻ ഇന്ത്യയിലൂടെ പോകുന്ന മാധ്യമരേഖയാണ്. ഈ രേഖ ഏതാണ്? ഓക്കെ, ഇതാണ് മധ്യമരേഖ. ഓക്കെ, ഏതാണ്ട് 75.8 ഡിഗ്രി ഈസ്റ്റിലായിരുന്നു. കുറെ സ്ഥലങ്ങളുണ്ട്. കുരുക്ഷേത്രം ഇവിടെയാണ്, ഡൽഹി ഇവിടെയാണ്, മുംബൈ, ഉജ്ജയിൻ ഉണ്ടോ, ഉജ്ജയിൻ ഇവിടെയാണ്. ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു രേഖേനെയാണ് അങ്ങനെ അവർ കണക്കൂട്ടിക്കൊണ്ടിരുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. മധ്യമരേഖ ഇന്ത്യയുടെ സ്വന്തം പ്രൈം മെറിഡിയൻ ആയിരുന്നു. ഏൻഷ്യന്റ് ബുക്കുകളിൽ അത് വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ടായി? പല ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസും നടത്തുന്നുണ്ടായി പ്രൈം മെറിഡിയൻ ആയിട്ട് എടുത്തിട്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ പ്രൈം മെറിഡിയനെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിട്ട് എടുത്തു, ലോഞ്ചിറ്റ്യൂഡ് ആയിട്ട് എടുത്തു, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ട് എടുത്തു, പ്രൈം മെറിഡിയൻ എടുത്തു. അവിടെ നിന്ന് ഓരോ 15 ഡിഗ്രിയിലും 1 അവർ താണ്ടി എന്ന് നമ്മൾ തീരുമാനിച്ചു. ഓരോ 15 ഡിഗ്രിയിലും 1 അവർ താണ്ടി എന്ന് വിചാരിച്ചു. ഓക്കെ, 15 ഡിഗ്രിയിൽ 1 അവർ ആണെങ്കിൽ 1 ഡിഗ്രിയിൽ എത്രയായി? 4 മിനിറ്റ്. സെൽഷ്യസ് അല്ല, 1 ഡിഗ്രിയിൽ 4 മിനിറ്റ് ആയി. ഓക്കെ, സോ 1 അവറിന് 15 ഡിഗ്രിയും 1 ഡിഗ്രിക്ക് 4 മിനിറ്റും ആണ് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഫുൾ 360 എത്രയിൽ കറങ്ങും? 24 മണിക്കൂർ കൊണ്ട്. 24 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വേൾഡ് ഫുള്ള് കറങ്ങി തിരിച്ച് അതേ സ്ഥലത്ത് വന്ന് നിൽക്കും 24 മണിക്കൂർ കൊണ്ട്. സോ 15ന്റെ ഡിവിഷൻസ് 360 ഡിവൈഡ് ചെയ്തു 24 ആക്കി മാറ്റി. സോ ഓരോ 15 കഴിയുമ്പോഴും 1 മണിക്കൂർ താണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഓരോ ഡിഗ്രി താണ്ടുമ്പോഴും 4 മിനിറ്റ് താണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. അവിടം വരെ ശരിയാണല്ലോ, ലോക്ക് ചെയ്യാം. ഇനി നമ്മൾ 0യിൽ നിന്നിട്ട് 15 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോകുമ്പോൾ 1 അവർ കടന്നു പോയി എന്നതിന്റെ അർത്ഥം അല്ലെ? 0യിൽ നിന്ന് 15 ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ 1 അവർ കടന്നു പോയി എന്നതിന്റെ അർത്ഥം. ഓക്കെ, നമുക്ക് നോക്കാം, ഇമേജിൽ നോക്കാം. കണ്ടോ, ഇവിടെ 12 മണിയായിരുന്നു. പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു 15 ഡിഗ്രി കഴിഞ്ഞു, 0 ഡിഗ്രിയാണ്. 15 ഡിഗ്രി ഈസ്റ്റ് ആയപ്പോൾ 15 ഉച്ച കഴിഞ്ഞ് 11 മണിയായി. ഇനി വെസ്റ്റിലോട്ട് പോകുമ്പോഴോ 1 മണിക്കൂർ പുറകോട്ടാ പോകും നമ്മൾ. സോ 0 ഡിഗ്രിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ പുറകോട്ടും മൈനസും, ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസും ആണ് ആവുന്നത്. അത് ഓർത്തു വയ്ക്കാം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ 0 ഡിഗ്രി ആണെങ്കിൽ 0 ഡിഗ്രി ഈ ഭാഗത്താണ് ഇന്ത്യ ഉള്ളത്, ഈ ഭാഗത്താണ് അമേരിക്ക ഉള്ളത് എന്ന് വിചാരിക്കാം. നമ്മൾ ഇന്ത്യയുടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പഠിക്കും, ഇന്ത്യയിൽ എത്ര ഡിഫറൻസ് പഠിക്കും, ഇതെല്ലാം ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ്സ് എല്ലാം ഇന്ത്യയിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇന്ത്യ എത്രയല്ല നിൽക്കുന്നത്? ഇന്ത്യ നിൽക്കുന്നത് +5 മണിക്കൂർ 30 മിനിറ്റ്. 0 ഡിഗ്രിയിൽ നിന്ന് ഇന്ത്യ നിൽക്കുന്നത് 82 ഡിഗ്രി 82.5 ഡിഗ്രിയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. സോ 82.5 ഡിഗ്രി 15 ഡിഗ്രി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 മണിക്കൂറും 30 മിനിറ്റും പ്രൈം മെറിഡിയനിൽ നിന്ന് മാറിയാണ് നമ്മൾ നിൽക്കുന്നത്. പ്രൈം മെറിഡിയനിൽ സമയം 12 മണിയാണെങ്കിൽ ഇവിടെ 5:30 ആയിരിക്കും. അത്രേ ഉള്ളൂ. 12 മണിയാണെങ്കിൽ ഇവിടെ 5:30 ആയിരിക്കും. നമ്മൾ 5.5 മണിക്കൂർ മുന്നെയാണ് 0യിൽ നിന്ന്. ഓക്കെ, പാകിസ്ഥാൻ +5 ആണ്, നമ്മൾ 5:30 ആണ്. ഇപ്പൊ പാകിസ്ഥാനേക്കാളും അരമണിക്കൂർ മുന്നിലാണ് നമ്മൾ. ഓക്കെ, അതാണ് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ നോക്കുമ്പോൾ, നമ്മൾ അമേരിക്കയിലുള്ള ആളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയിൽ 10 മണിയേ ഉണ്ടാവുള്ളൂ, ഇവിടെ 2 മണിയായി. മനസ്സിലായില്ല? അവൻ പറയാണ് ഞാൻ ഇന്നലെയിലാണ്, അവൻ എന്റെ ഇന്നലെയിലാണ്, അവൻ വ്യാഴാഴ്ചയാണ്, എനിക്കിന്ന് വെള്ളിയാഴ്ചയായി. അതിന്റെ കാരണം ഇതാണ്, പ്രൈം മെറിഡിയന് പുറകോട്ട് പോകുന്നവരും കുറഞ്ഞു മുന്നോട്ട് പോകുന്നവരും കൂടിയാണ് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. അവിടെ നമുക്ക് സ്ഥലം വെച്ചിട്ട് ഡിവൈഡ് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ ഗൾഫിലുള്ള വീട്ടുകാർക്കോ റിലേറ്റീവ്സിനൊക്കെ വിളിക്കുമ്പോൾ അവർ 1.5 മണിക്കൂർ 2 മണിക്കൂർ പുറകിലാണ്. കാര്യം എന്താ? ഇവിടെ ഇന്ത്യ ആണെങ്കിൽ ഏകദേശം ഇവിടെ ആയിട്ട് ഗൾഫ് വരുന്നു, തമ്മിലുള്ള ഡിഫറൻസ് 15 30 ഡിഗ്രി ഒക്കെ ആയിരിക്കും. അവിടെ 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ കുറവുണ്ടാവും. സോ പുറകോട്ട് അങ്ങനെ ഞാൻ എങ്ങനെ ഓർത്ത് വയ്ക്കുന്നത്, എല്ലാ പരീക്ഷയ്ക്കും ഞാൻ എങ്ങനെ ഓർത്ത് വയ്ക്കുന്നതെന്ന് അറിയോ? ഞാൻ ഇന്ത്യയിലല്ലേ, ഞാൻ എന്റെ ഗൾഫിലെ കൂട്ടുകാരനെ വിളിക്കുമ്പോൾ പുള്ളിക്കാരൻ മിക്കവാറും 2 മണിക്കൂർ പുറകില്ല. അപ്പൊ ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ സൈഡിലോട്ട് പോകുമ്പോൾ കുറഞ്ഞും, ഈ സൈഡിലോട്ട് പോകുമ്പോൾ റഷ്യ ചൈനയിലേക്ക് പോകുമ്പോൾ കൂടി വരും എന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു സാധനം എന്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് ഏത് ചോദ്യവും ചെയ്യാം. ഓക്കെ, അമേരിക്കയിലുള്ളവൻ എന്റെ പുറകിലാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്, ചൈനയിലുള്ളവൻ എന്റെ മുന്നേ ആണെന്ന ബോധ്യം എനിക്കുണ്ട്. അപ്പൊ എനിക്ക് ഏത് ചോദ്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ കൺസെപ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത്രയും ഓർത്ത് വയ്ക്കുക, ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ടാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൈം മെറിഡിയനിൽ നിന്ന് ഓരോ 15 ഡിഗ്രിയിലും 1 മണിക്കൂറും ഓരോ 1 ഡിഗ്രിയിലും 4 മിനിറ്റും മാറുന്നുണ്ട്. ഇത് മാത്രം മതി നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റിനും സോൾവ് ചെയ്യാം. ഈസ്റ്റിലേക്ക് പോകുന്നവരും കൂടുന്നു, വെസ്റ്റിലേക്ക് പോകുന്നവരും കുറയുന്നു. നമുക്കൊരു കോഡ് വെച്ചിട്ട് കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ അല്ലേ? ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു പറയാണ്, ഒരാള് ഇവിടുന്ന് മുന്നോട്ട് പോയി പുറകോട്ട് പോയി, പക്ഷെ അവരിങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള കുറെ കാര്യങ്ങൾ പറയുന്നതാ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന സിമ്പിൾ ട്രിക്ക് അതിനകത്തുള്ളൂ. വെസ്റ്റ് ഈസ്റ്റ്. ഓക്കെ, വെസ്റ്റ് ഈസ്റ്റിലേക്ക് ഇങ്ങോട്ട് പോകുന്നതോറും കൂടി വരുന്നു, ഇങ്ങോട്ട് പോകുന്നതോറും കുറഞ്ഞു വരുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടെ എന്താണ്, മിക്കവാറും രാജ്യങ്ങള്
ഒരു ലൈനിനെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലൈനിനെ സ്റ്റാൻഡേർഡ് ലൈനായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോ ഒരു രാജ്യമാണെന്ന് വിചാരിക്കും. ഈ രാജ്യം എന്ത് ചെയ്യും, ഒരു മെറിഡിയനെ സ്റ്റാൻഡേർഡ് ആയിട്ട് കാണും. എന്നിട്ട് അവിടെയുള്ള ടൈം ആ രാജ്യത്ത് മൊത്തം അപ്ലൈ ചെയ്യാൻ നോക്കും. അങ്ങനെ ഇന്ത്യക്കുള്ളതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇതുപോലെ ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറിഡിയനെ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ IST എന്ന് പറയും. നമ്മൾ പലപ്പോഴും ടൈം എഴുതുമ്പോൾ ഇത്ര IST എന്ന് എഴുതും. കാര്യം അമേരിക്കയിലെ ടൈം വേറെയാണ്, ഇവിടുത്തെ ടൈം വേറെയാണ്. നമ്മൾ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം കാണുമ്പോൾ അവിടെ ചിലപ്പോൾ രാത്രി ആയിരിക്കും, ഇവിടെ പകലായിരിക്കും. അപ്പൊ അവിടുത്തെ 7 മണിക്കാണ് ഉണ്ടാവുക, അല്ലെ? സോ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വെച്ചിട്ടാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ടൈമുള്ള പല ഇതും ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ സൂം ചെയ്ത് ഞാൻ കാണിക്കാം. ഇപ്പൊ നമുക്ക് ഇന്ത്യനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണ്ടോ, 5:30 പ്ലസ് 5:30 നിങ്ങൾ തിരിച്ചു വാ, അമേരിക്ക ഉണ്ടോ -6 -7 -8 ഇങ്ങനെ കുറഞ്ഞു വരിക. ഓക്കെ അല്ലേ? -3 ഉണ്ട്, -4 ഉണ്ട്, അങ്ങനെ പല. ഈ സ്ഥലം മൊത്തം +6 അവർ അപ്ലൈ ചെയ്തു. അവിടെ ഒരു സ്റ്റാൻഡേർഡ് എടുത്തു, ആ സ്ഥലം മൊത്തം +6 ആണ്. ഈ ഇന്ത്യ മൊത്തം +5 ആയിട്ട് എടുത്തു. പലയിടത്തും പല സമയമായിരിക്കും, പക്ഷെ നമ്മൾ ആ സ്റ്റാൻഡേർഡിന് അങ്ങ് എടുത്തു, നമ്മൾ വിചാരിച്ചു. ഓക്കെ, അതല്ല നമുക്ക് ഇന്ത്യയിലെ മൊത്തം അഡ്മിനിസ്ട്രേഷൻ അതല്ല എളുപ്പം. പലയിടത്തും പല സമയമായ ബുദ്ധിമുട്ടല്ലേ? ഇന്ത്യയിലെ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് മൊത്തം ഭരിക്കുന്നത്, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ഒരേ സമയം വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എടുത്തു. പാകിസ്ഥാനിൽ കണ്ടോ +5 ആണ്. നമ്മളും പാകിസ്ഥാൻ 30 മിനിറ്റിന്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി ചൈനയിലുള്ളത് ഏതാ? +8 ആണ്. അപ്പൊ ചൈന നമ്മൾ തമ്മിൽ എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട്? അവിടെ 8 ആണ്, ഇവിടെ 5:30 ഓക്കെ, 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങൾ പല സ്ഥലത്തും ഉണ്ട്. ഇനി ഒരു രാജ്യത്തിന് ഒരു ടൈം സോൺ മാത്രമാണോ ഉള്ളൂ? അല്ല, പല ടൈം സോണും ആവാം. ഫോർ എക്സാമ്പിൾ നോക്ക്, റഷ്യക്ക് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 എണ്ണം ഉണ്ട് റഷ്യക്ക്. അപ്പൊ എന്തൊത്തി 11 ടൈം ലൈൻ ഉള്ള രാജ്യം റഷ്യ. അമേരിക്കക്ക് എത്ര ഉണ്ട്? 6 എണ്ണം അമേരിക്കക്ക് ഉണ്ട്. ഓക്കെ, സോ ആ ഒരു റഷ്യയിലെ ഈ ഒരു ഏരിയയിൽ ഒരു ടൈം ആയിരിക്കും, ഈ ഒരു ഏരിയയിൽ ഒരു ടൈം ആയിരിക്കും, അങ്ങനെ പല ഏരിയയിലും പല ടൈംസ് ആയിരിക്കും. നമുക്ക് ഒറ്റ എണ്ണം ഉള്ളൂ, നമുക്ക് അതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. ഓക്കെ അല്ലേ? നമുക്ക് മുന്നോട്ട് പോവാം. സോ ഇവിടെ എഴുതിയിട്ടുണ്ട് എവരി കൺട്രി ഹാസ് 1 സ്റ്റാൻഡേർഡ് ടൈം എന്ന് നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയല്ല. നോട്ട് ഓൾവേസ് ദാറ്റ് കേസ്. റഷ്യ, കാനഡ, USA ഒക്കെ ഒരുപാടുണ്ട്. USA-ക്ക് 6 എണ്ണം ഉണ്ട്, റഷ്യക്ക് 11 എണ്ണം ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ കൺട്രി വൈസ് കാണാം. കൺട്രി വൈസ് ലിസ്റ്റ് നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു രാജ്യത്തിന് 6 ഉള്ളൂ, റഷ്യക്ക് 11, US-ന് 6 ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇന്ത്യക്ക് 1 ഉള്ളൂ, പാകിസ്ഥാന് 1 ഉള്ളൂ, ചോദിക്കാൻ സാധ്യതയുണ്ട്. കാര്യം NCERT ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, എത്ര ഇത് 0 ഡിഗ്രി. ഓക്കെ, ഒരു 0 ഡിഗ്രി 360 ഡിഗ്രി തിരിഞ്ഞു വരുമ്പോൾ 0 ഡിഗ്രി നേരെ ഓപ്പോസിറ്റ് ആര് വരും? 180 ഡിഗ്രി വരും. 180 ഡിഗ്രിയാണ് 0 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് പുറകോട്ട് നോക്കാം. പുറകിൽ എങ്ങനെയാ? ഇത് 0 ഡിഗ്രി ഗ്രീൻവിച്ച് ലൈൻ. ഇത് നേരെ ഓപ്പോസിറ്റ് വരുന്നവരുണ്ട്, എത്ര? 180 ഡിഗ്രി, നേർ പകുതി. ഓക്കെ, ഇതൊരു പകുതിയാണ്, ഇതൊരു പകുതിയാണ്. ആ നേർ പകുതി വരുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. എന്താണ് സ്ഥലത്തിന്റെ പേര്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോയാൽ ഒരു ദിവസം മാറും. ഓക്കെ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോയാൽ ഒരു ദിവസം മാറും. എങ്ങനെയാണ്? ഫൈനലി വൈൽ ദ പ്രൈം മെറിഡിയൻ വാസ് ഫിക്സ്ഡ് അറ്റ് ഗ്രീൻവിച്ച് ദ ഓപ്പോസിറ്റ് ലൈൻ അറ്റ് അപ്രോക്സിമേറ്റ്ലി 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇറ്റ് ഈസ് കോൾഡ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ഒരു പടി അപ്പുറോട്ട് ചാടി കഴിഞ്ഞാൽ ഒരു ദിവസം മാറും, അവിടെ ഡേറ്റ് ലൈൻ മാറും, ഡേറ്റുകൾ മാറും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ സിഗ്സാക്ക് ആയിട്ട് ഇരിക്കുന്നത്. കണ്ടോ, ഇത് സിഗ്സാക്ക് ആയിട്ടല്ല ഇരിക്കുന്ന ഡേറ്റ് ലൈൻ. അതിന് കാരണം എന്താ? ഒരു രാജ്യത്ത് തന്നെ 2 ഡേറ്റ് പാടില്ലല്ലോ. അപ്പൊ രാജ്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അവർ സിഗ്സാക്ക് ആയിട്ട് വരച്ചതാണ്. അവിടെ കുറെ ഐലൻഡ്സ് ഉണ്ട്. സോ രാജ്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി സിഗ്സാക്ക് ആയിട്ട് വരച്ചതാണ്. പ്രൈം മെറിഡിയൻ ഒറ്റ വരെയാണ്, ഇത് സിഗ്സാക്ക് ആയിട്ടായിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ? എപ്പോഴും ഡേറ്റ് ലൈൻ സിഗ്സാക്ക് ആയിരിക്കും. അതിന്റെ കാരണം എന്താ? രാജ്യങ്ങളെ ഒഴിവാക്കണം. കാര്യം ഒരു രാജ്യത്ത് രണ്ട് സമയം വന്നാലും കുഴപ്പമില്ല, 2 ഡേറ്റ് വന്നാലോ കൂടുതൽ പ്രശ്നമാവില്ല. സോ ഡേറ്റ് ലൈൻ താണ്ടി പോയാൽ, ഇത്ര ഓർത്ത് വയ്ക്കുക, ഡേറ്റ് ലൈൻ താണ്ടി പോയാൽ ഡേയിൽ വ്യത്യാസം വരും. ഇവിടെ വെള്ളിയാഴ്ച ആണെങ്കിൽ അവരുടെ വ്യാഴാഴ്ച ആയതെന്താ? അവര് ഡേ ലൈൻ വെച്ച് നോക്കുമ്പോൾ അപ്പർ സൈഡിലായതുകൊണ്ടാണ്. ഓക്കെ, സോ ഇന്റർനാഷണൽ ഡേ ലൈനും ഉണ്ട്, പ്രൈം മെറിഡിയനും ഉണ്ട്. 2 സ്റ്റാൻഡേർഡ് ലോഞ്ചിറ്റ്യൂഡ് ഏതാ? ഇന്റർനാഷണൽ ഡേറ്റ് ലൈനും പ്രൈം മെറിഡിയനും. നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കാണാം ഇമേജസ് വെച്ചിട്ട്. ഓക്കെ, NCERT ആയതുകൊണ്ട് ഇമേജസിന്റെ എണ്ണം കുറവാണ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ലൈൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആക്സ് ഡീവിയേറ്റ്സ് ഫ്രം പ്ലേസസ് ടു അവോയ്ഡ്. കണ്ടോ, പ്ലേസസ് നിന്ന് ഡീവിയേറ്റ് ചെയ്ത് സിഗ്സാക്ക് ആയിട്ട് ഇങ്ങനെയാണ് ഡേറ്റ് ലൈൻ പോകുന്നത്, നേരെ ഒരു ലൈനായിട്ടല്ല പോകുന്നത്. അതിന് കാരണം എന്താ? സം കൺട്രീസ് ഹാവ് ഡിഫറെന്റ് ഡേയ്സ് ആയി പോകും. ചില കൺട്രികൾക്ക് ഡിഫറെന്റ് ഡേയ്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ചില രാജ്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
ആ വരയെ കൂടെ കടന്നു പോയാൽ അതിന്റെ അപ്പുറം ഒരു ആയി തന്നെ കേരളത്തിന് നടക്കിക്കൂടെ ഡേറ്റ് ലൈൻ പോയി എന്ത് പറ്റും? കേരളത്തിലെ പകുതി ആൾക്കാർക്ക് വേറെ ഡേറ്റും നമുക്ക് വേറെ ഡേറ്റ് ആയിരിക്കും. നമുക്ക് ഭരിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? ഒരു രാജ്യത്തിനെ ഭരിക്കാനോ അല്ലെങ്കിൽ രാജ്യത്തെ കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഇതിന് ഡേറ്റ് ലൈനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് അവിടെ കാണിച്ചു തരാം. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. കണ്ടോ, ഇന്ത്യയുടെ കേസ് കണ്ടോ, പാകിസ്ഥാന്റെ കേസ് കണ്ടോ, ഇവിടെ റഷ്യക്ക് ഉണ്ടോ, എത്ര എണ്ണാന്ന് നോക്കൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ലാറ്റിറ്റ്യൂഡും ക്ലൈമറ്റ് തമ്മിൽ ബന്ധമുണ്ട്, ലോഞ്ചിറ്റ്യൂഡും ഡേറ്റും തമ്മിൽ ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കുക. ഇതെല്ലാം വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ എത്ര ഡിഗ്രി ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെടുക്കുന്നു, ഇതാണ് എൻ്റെ സ്ഥലമെങ്കിൽ ഇതൊരു 70 ഡിഗ്രി നോർത്തും ഒരു 80.5 ഡിഗ്രി ഈസ്റ്റും ആണെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ കോർഡിനേറ്റ് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ കോർഡിനേറ്റും കൂടെ പറയാന്ന് പറഞ്ഞില്ലേ? കോർഡിനേറ്റ് എങ്ങനെ എഴുതാൻ പറ്റും? 70 ഡിഗ്രി നോർത്ത് അതുപോലെ 80.5 ഡിഗ്രി ഈസ്റ്റ് എന്ന് എഴുതും. ഇതാണ് എൻ്റെ കോർഡിനേറ്റ്. ഇത് വെച്ചിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിലെല്ലാം പ്ലോട്ട് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കും. നമ്മൾ ശരിക്കും എന്താ അയച്ചു കൊടുക്കുന്നത്? എൻ്റെ കോർഡിനേറ്റ്സ് അയച്ചു കൊടുക്കുന്നത്, ഞാൻ എൻ്റെ ലൊക്കേഷൻ. അപ്പോൾ എത്ര ഡെസിമൽ പോയിന്റ്സ് വരുന്നോ അത്രയും പ്രിസൈസ് ലൊക്കേഷൻ കിട്ടും. ഓക്കെ അല്ലേ? അവിടെ പിന്നെ മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം, ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മൾ ഇത്രയും മനസ്സിലാക്കി, ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും മനസ്സിലാക്കി, സ്ഥലങ്ങളെ പ്ലോട്ട് ചെയ്യാൻ എല്ലാം മനസ്സിലാക്കി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്തു. നോർത്ത് ഹെമിസ്ഫിയർ, സൗത്ത് ഹെമിസ്ഫിയർ, വെസ്റ്റ്, ഈസ്റ്റ് എല്ലാം കവർ ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് എർത്തിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളതാണ്. ഇതും കൂടി NCERT ഉണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ 2 പാർട്ടായിട്ട് എടുക്കാം നമുക്ക്. ആദ്യം നമുക്ക് ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ടൈമും ഇതെല്ലാം കവർ ചെയ്തിട്ട് പിന്നീട് നമുക്ക് ജിയോമോർഫോളജിയിൽ കിടക്കാം. ഇതാണ് കോർ ജിയോമോർഫോളജി. ഇവിടെയാണ് നമ്മൾ എർത്തിന്റെ സ്ട്രക്ചർ പഠിക്കുക, എർത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പഠിക്കുക, എർത്തിലുള്ള മെറ്റീരിയൽസ് പഠിക്കുക, അതിൽ വോൾക്കാനോ, എർത്ത് ക്വേക്ക്, ഓരോ ലേയേഴ്സ്, ഇതെല്ലാം എവിടെയാണ് പഠിക്കുക. നമുക്ക് ഇതും ഒന്ന് തുടങ്ങി വെക്കാം. കാര്യം NCERT-യിലുള്ളത് മനസ്സിലാക്കുക. അതാണ് NCERT സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ അല്ലേ? സോ ഇവിടെ എന്താ പറയുന്നത്? ഇന്റീരിയർ ഓഫ് എർത്ത് പറയുന്നുണ്ട്. ഇന്റീരിയർ ഓഫ് എർത്ത് എന്നാണ് ഒരു ഒനിയനെ മാതിരിയാണ്, ഒരു ഉള്ളി അല്ലെങ്കിൽ സവാള മാതിരിയാണ്. പല ലേയേഴ്സ് അതിനകത്ത് ഉള്ളിലുണ്ട്. ഓക്കെ, ഏറ്റവും മേജർ ആയിട്ടുള്ള 3 ലേയേഴ്സ് ഏതാണ്? ഒന്ന് ക്രസ്റ്റ്, അടുത്തത് ഏതാ? ക്രസ്റ്റ് ഉണ്ട്, മാൻഡിൽ ഉണ്ട്, അത് കഴിഞ്ഞാൽ കോർ ഉണ്ട്. ക്രസ്റ്റ്, മാൻഡിൽ, കോർ, ഇവർ 3 മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. ഇതിലും പല ഡിവിഷൻസ് ഉണ്ട്. ഏറ്റവും മേജർ ആയിട്ടുള്ള മാത്രം NCERT-യിൽ കൊടുത്തുള്ളൂ. 6ാം ക്ലാസ് 7ാം ക്ലാസ് NCERT ആണ് വളരെ മേജർ ആയിട്ടുള്ള കൊടുത്തിട്ടുള്ളൂ. ഇതിലും കൂടുതലുള്ള കൊടുത്തിട്ടുള്ളൂ 12th NCERT-യിലാണ്. അത് നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കാണാം. കാരണം 12th NCERT നമ്മൾ ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ കൺസെപ്റ്റ് ക്ലാസ് എടുക്കുന്ന പോലെയാവും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. 12th NCERT-യിലുള്ള കൂടുതൽ കാര്യങ്ങളും കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ ക്രസ്റ്റ് ഉണ്ട്, അതുപോലെ കോർ ഉണ്ട്, അതുപോലെ മാൻഡിൽ ഉണ്ട്. കോറിനെ 2 ഡിവൈഡ് ചെയ്തിട്ട് ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ. ഓക്കെ, ക്രസ്റ്റിന് ഒരു ഡിവിഷൻ കൊടുത്തിട്ടില്ല. ക്രസ്റ്റിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ട് ടൈപ്പ് ഓഫ് ക്രൈറ്റീരിയ വെച്ചിട്ട്, അല്ലെങ്കിൽ 2 മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് എന്തിട്ടുള്ളത് 2 ഡിവിഷൻസ് വരുത്തിയിട്ടുള്ളത്. നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടെ ഇതെല്ലാം മനസ്സിലാക്കുക. ഇതിനെല്ലാം ബൗണ്ടറി ഉണ്ട്. കോർ മാൻഡിൽ ബൗണ്ടറി ഉണ്ട്, മാൻഡിലിനും അതുപോലെ ക്രസ്റ്റിനും ബൗണ്ടറി ഉണ്ട്. ഇവരെല്ലാം പരസ്പരം ബൗണ്ടറീസും ഉണ്ട്. ഓക്കെ അല്ലേ? പല സ്റ്റേറ്റിലും, ഒരാൾ ലിക്വിഡിലും ഒരാൾ ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഒരാൾ ദ്രാവകം പോലെ ഇരിക്കുന്നത്, ക്രസ്റ്റ് സോളിഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, കോർ വീണ്ടും ദ്രാവകമായിട്ട് ഇരിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ലെയർ കണ്ടുപിടിക്കുന്നത്. ചുമ്മാ നടക്ക് മുറിച്ചതല്ല. ഒരെണ്ണം സോളിഡ് ആണ്, ഒരെണ്ണം മോൾട്ടൺ സ്റ്റേറ്റിലാണ്, ഒരെണ്ണം ലിക്വിഡും സോളിഡും സ്റ്റേറ്റിലാണ്. ഇനി ഇവർ രണ്ടുപേരും കോമ്പോസിഷൻ വ്യത്യാസം. ഒന്നത്തിൽ സിലിക്കണും അലുമിനിയം ആണെങ്കിൽ ഒന്ന് സിലിക്കണും മഗ്നീഷ്യം ആണ്, ഒന്നത്തിൽ നിക്കലും ഫെറസും ആണ്. ഇനി ഏതൊക്കെയെന്ന് നോക്കാം നമുക്ക്. ആദ്യത്തത് ദ അപ്പർ മോസ്റ്റ് ലെയർ ഈസ് ക്രസ്റ്റ്. ആദ്യത്തെ ലെയർ ക്രസ്റ്റ്. ഓക്കെ, ക്രസ്റ്റിൽ തന്നെ എന്തുണ്ട്? ദ തിന്നസ്റ്റ് ഓഫ് ഓൾ ലെയേഴ്സ് ആണ്. 35 കിലോമീറ്ററോളം എന്താണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ്. ആരാണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് 35. ഓക്കെ, 35 കിലോമീറ്റർ. രണ്ടാമത്തെ ആള് ഓഷ്യനിക് ക്രസ്റ്റ് അല്ലെങ്കിൽ ഓഷ്യൻ ക്രസ്റ്റ്. അത് എത്രയാണ്? 5 കിലോമീറ്ററോളം ഓഷ്യൻ ക്രസ്റ്റ് ആണ്. ഓക്കെ, കോണ്ടിനെന്റൽ മാസസ് 5 ആൻഡ് ഓൺലി 5 കിലോമീറ്റർ ഓഫ് ഓഷ്യൻ ഫ്ലോസ്. 2 ക്രസ്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. കോണ്ടിനെന്റൽ ക്രസ്റ്റും അതുപോലെ ഓഷ്യൻ ക്രസ്റ്റും. ഓക്കെ, ക്രസ്റ്റ് 2 ഡിവൈഡ് ചെയ്യാം. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യൻ ക്രസ്റ്റും. കോണ്ടിനെന്റൽ ക്രസ്റ്റ് കുറച്ചുകൂടെ വലുതാണ്, ഓഷ്യൻ ക്രസ്റ്റ് കുറച്ചും കൂടെ ചെറുതാണ്. ഇത് രണ്ടും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇതിലാണ് നമ്മൾ ഓർത്തു വെച്ചു. ഇത് ഇനി ഓർത്തു വെക്കേണ്ട കാര്യം എന്താ? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സിയാൽ. എന്താണ് സിയാൽ? അതുപോലെ കോണ്ടിനെന്റൽ ഓഷ്യനിക് ക്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് സിമ. എന്താണ് സിയാലും സിമയും? സിയാൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സിലിക്കണും അലുമിനിയവും. സിലിക്കൺ ആൻഡ് അലുമിനിയം വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? എന്തുള്ളത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉള്ളത്. ഓഷ്യാനിക് ക്രസ്റ്റ് ഉള്ളത് സിമ വെച്ചിട്ട്, സിലിക്കണും മഗ്നീഷ്യവും വെച്ചിട്ട്. ഏതാണ്? സിലിക്കൺ ആൻഡ് മഗ്നീഷ്യൻ. സിമയാണ് ഏത്? ഓഷ്യാനിക് ക്രസ്റ്റ്.
സോ കോണ്ടിനെന്റൽ ക്രസ്റ്റിലുള്ളത് സിയാല്, ഓക്കെ, ഓഷ്യാനിക് ക്രസ്റ്റിലുള്ളത് സിമ. ഇത് രണ്ടും ഓർത്ത് വെച്ചാൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തൂടെ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, സോ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് ബിനീത് ദ ക്രസ്റ്റ് ദർ ഇസ് എ മാൻഡൽ. മാൻഡൽ കുറച്ചും കൂടെ കൂടുതലാണ്. മാൻഡൽ എത്രയുണ്ട്? മാൻഡല് 2900 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, 2900 കിലോമീറ്ററോളം മാൻഡലാണ്. മനസ്സിലായില്ലേ? സോ ക്രസ്റ്റ് വന്നു, മാൻഡിൽ വന്നു. ക്രസ്റ്റിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഓഷ്യൻ ക്രസ്റ്റും അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റും. അതിൽ ഓഷ്യൻ ക്രസ്റ്റ് ആണ് ചെറുത്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ് വലുത്. ഒന്ന് സീമയാണ്, ഒന്ന് സിയാലാണ്. ഓർത്ത് വെച്ചല്ലോ, മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെയാണ് ഇൻപുട്ട് കിട്ടുക. നമുക്ക് NCERT നേരിട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള കോർ. നമ്മൾ രണ്ടുപേരുടെ പേര് പറഞ്ഞു. ഇനി കോർ ഉണ്ട്. കോർ എന്താണ്? NiFe. എന്തായിരിക്കും NiFe? നിക്കലും അയണും കൂടി ചേരുന്ന നൈഫ്. എത്ര കിലോമീറ്റർ? 3500 കിലോമീറ്റർ ആണ് കോറ്. ഈ 3 ഡിവിഷൻസ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ഡിവിഷൻസ് ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി ദ ക്രസ്റ്റ് ഫോംസ് ഓൺലി 1% വോളിയം ഓഫ് എർത്ത്. എർത്തിന്റെ വോളിയത്തിന്റെ 1% മാത്രമേ ക്രസ്റ്റ് ഉള്ളൂ. 85% കൺസിസ്റ്റ് ഓഫ് മാൻഡിൽ, 15% കോർ. അപ്പോ ക്രസ്റ്റ്, മാൻഡില്, കോറ്. ക്രസ്റ്റ് എത്രയാന്ന് പറഞ്ഞേ? 1% ഉള്ളൂ. 84% ആരാണ്? മാൻഡിലാണ്. പിന്നെ അതാ 15%ഓളം കോറാണ്. ഇതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള ഇൻപുട്ട് നമുക്ക് എവിടെ നോക്കിയാലും കിട്ടാൻ സാധ്യതയില്ല. NCERT കൊടുത്തിട്ടുണ്ട്. ആൻസർ കിലു തന്നെയായിരിക്കും. സോ നമുക്ക് ആധികാരികത എവിടെ നിന്ന് കിട്ടും? ആധികാരികത എവിടെ നിന്ന് കിട്ടും? NCERT കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇന്ത്യൻ സ്ട്രക്ചർ മനസ്സിലാക്കി, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്? ഓക്കെ, നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എർത്തിന്റെ ഉപരിതലത്തിലും എർത്തിന്റെ ഉള്ളിലുമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ എന്താണ്? റോക്സ് ആൻഡ് മിനറൽസ്. എന്താണ് റോക്ക്? എനി നാച്ചുറൽ മാസ് ഓഫ് മിനറൽ മാറ്റർ ദാറ്റ് മേക്സ് അപ്പ് എർത്ത്സ് ക്രസ്റ്റ് ഈസ് കോൾഡ് റോക്ക്. എർത്തിന്റെ ക്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു മിനറൽ മാറ്ററിന് പല മിനറൽസും ഉണ്ടാവും. സിലിക്കൺ ഉണ്ടാവും, അയൺ ഉണ്ടാവും, കാൽഷ്യം ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഓക്കെ, കാർബൺ ഉണ്ടാവും, ഒരുപാട് മിനറൽസ് അവിടെ ഉണ്ടാവും. അത് വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്ററിനെയാണ് നമ്മൾ റോക്ക് എന്ന് വിളിക്കുക. പല തരം റോക്കുകൾ ഉണ്ട്. ഓക്കെ, ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ടൈപ്സ്. ഏതൊക്കെ? ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റാമോർഫിക്. ഇനിയുള്ളതെല്ലാം ഇവരുടെ ഡിവിഷൻസ് ആണ്. ഇത് പാരന്റ് ആയിട്ടുള്ള കുറച്ച് റോക്സ് ആണ്. ഇതിന്റെ പേര് വന്നത് എന്ത് വെച്ചിട്ടാ? ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വെച്ചിട്ടാണ് പേര് വന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഫോർമേഷൻ വെച്ചിട്ടാണ് ഇതിന് ഈ പേരുണ്ടായത്. ഇഗ്നിയസ് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ഫയർ എന്നാണ്. ഇഗ്നിയസിന്റെ വാർത്തകത്ത് എന്താ? ഫയർ എന്നാണ്. സെഡിമെന്റം, സെഡിമെന്റം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ്. സെഡിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പൊടിക്കഷ്ണങ്ങൾ, ചെറിയ ചെറിയ അതിന്റെ പൊടിപടലങ്ങളെയാണ് സെഡിമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത് മെറ്റാമോർഫിക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഫോം, ഒരു ഫോം മാറിയത്. സോ അപ്പൊ തന്നെ നമ്മൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എന്താണ്? ഒന്ന് ഫയർ, ഒന്ന് സെഡിമെന്റ്, ഒന്ന് ഫോം മാറിയത്. ഇനി എങ്ങനെ അത് ഉണ്ടായി നമുക്ക് നോക്കാം. 3 മേജർ ടൈപ്സ് ഓഫ് റോക്ക്: ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്സ്. ഓക്കെ, ഒരു ലാവ അല്ലെങ്കിൽ ഒരു വോൾക്കാനോ പൊട്ടുന്നു, അല്ലെങ്കിൽ വോൾക്കാനിക് വിസ്ഫോടനം ഉണ്ടാകുന്നു, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്നു. അതിൽ നിന്ന് വരുന്ന ലാവ കൂൾ ഡൗൺ ചെയ്തിട്ട്, മാഗ്മ ഉണ്ടാവുന്നു, അത് ലാവയാവുന്നത് കൂൾ ഡൗൺ ചെയ്തിട്ട് ഒരു പാറ കഷ്ണമാകുമ്പോൾ, അല്ലെങ്കിൽ മോൾട്ടൺ ആയിട്ടുള്ള ഒരു ലാവ സോളിഡിഫൈ ചെയ്ത് ഒരു പാറയാവുമ്പോൾ, അല്ലെങ്കിൽ ഫയറുമായിട്ട് ബന്ധപ്പെട്ടത് എന്താ? അപ്പൊ ഉണ്ടാകുന്ന റോക്ക് ഏതായിരിക്കും? ഇഗ്നിയസ് റോക്കാണ്. ഓക്കെ, സോ എന്ത് പറ്റുന്നു? മോൾട്ടൺ മാഗ്മ കൂൾ ചെയ്ത് സോളിഡ് ആവുമ്പോൾ പ്രൈമറി റോക്ക് ഉണ്ടാവും. ആ റോക്കിനെ വിളിക്കുന്ന പേരെന്താ? ഇഗ്നിയസ് റോക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ എന്താ ഇവിടെ സംഭവിച്ചേ? ഞാൻ ഇത് മായ്ക്കാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. NiFeയും ക്രസ്റ്റും മാൻഡലും ഇത്ര ശതമാനമൊക്കെ പറഞ്ഞതൊക്കെ നോട്ട്സ് എഴുതി വെച്ചാലേ നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടുള്ളൂ. മറ്റതിന്റെ കൂടെ ചേർക്കുക, കൺസെപ്റ്റ് ക്ലാസിന്റെ കൂടെ ചേർക്കുക, എന്നാലേ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. ഓക്കെ, സോ ഇവിടെ സംഭവിച്ചത് എന്താ? മാഗ്മ എന്ത് ചെയ്യുന്നു? മാഗ്മ സോളിഡ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇവിടെ ഇഗ്നിയസ് ഉണ്ടാവും. ഈ ഇഗ്നിയസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്: ഇൻട്രൂസീവ്, എക്സ്ട്രൂസീവ്. സിമ്പിൾ. ഇൻട്രൂസീവ് എന്താ? എർത്തിന്റെ ഉള്ളിൽ വെച്ച് സോൾഡിഫൈ ചെയ്തിട്ടുണ്ടായത്. എക്സ്ക്ലൂസീവ് എന്താ? എർത്തിന്റെ പുറത്ത് വെച്ച് സോൾഡിഫൈ ചെയ്തിട്ടുണ്ടായത്. മാഗ്മ സോൾഡിഫൈ ചെയ്തിട്ടാണ് ഇഗ്നിയസ് റോക്ക് ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്. അത് എർത്തിന്റെ ഉള്ളിൽ വെച്ച് സോൾഡിഫൈ ആണെങ്കിൽ ഇൻട്രൂസീവ്, എർത്തിന്റെ പുറത്ത് സോൾഡിഫൈ ആണെങ്കിൽ എക്സ്ക്ലൂസീവ്. അത്രേ ഉള്ളൂ. There are 2 types of igneous rock: intrusive rocks and extrusive rocks. When the molten lava comes to Earth's surface, it rapidly cools down and becomes solids. അങ്ങനെയുള്ള ലാവയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? അല്ലെങ്കിൽ റോക്കിന് വിളിക്കുന്ന പേരാണ് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. ഇനി
ദേ ഹാവ് എ വെരി ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ ബസാൾട്ട്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ, എക്സ്ട്രൂസീവിന് എക്സാമ്പിൾ ബസാൾട്ട് എന്ന് വിളിക്കുന്ന റോക്കാണ്. ബസാൾട്ട് എന്ന് വിളിക്കുന്ന റോക്ക് എക്സ്ട്രൂസീവിന് എക്സാമ്പിൾ ആണ്. കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം കുറച്ചുകൂടെ നന്നായിട്ട്. ഡെക്കാൻ പ്ലേറ്റു, ഇന്ത്യയിലെ ഡെക്കാൻ പ്ലേറ്റു ബസാൾട്ട് റോക്ക് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതുപോലെ ലാവ സോൾഡിഫൈ ചെയ്തിട്ടാണ് ഡെക്കാൻ പ്ലേറ്റ്, കർണാടക മഹാരാഷ്ട്ര ആ ഏരിയയിലുള്ള ഒരു പ്ലേറ്റു ആണ് ഡെക്കാൻ പ്ലേറ്റു. പീഠഭൂമി, കുറച്ച് പൊക്കമുള്ള ഭൂമിക്കാണ് പീഠഭൂമി എന്ന് പറയാം. സോ ആ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി ഉണ്ടായിട്ടുള്ളത് ബസാൾട്ട് റോക്ക് ലാവ സോൾഡിഫൈ ചെയ്തിട്ടാണ്. നമുക്കത് ഇന്ത്യയുടെ ജിയോമോർഫോളജി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക ഇവിടെ. ഇനി സംടൈംസ് മോൾട്ടൺ മാഗ കൂൾസ് ഡൗൺ ഡീപ്പ് ഇൻസൈഡ് ദ എർത്ത്. ഡീപ്പ് ഇൻസൈഡ് എർത്ത് ഇത് സോൾഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അകത്താണെങ്കിൽ ഇൻട്രൂസീവ്, പുറത്താണെങ്കിൽ എക്സ്ട്രൂസീവ്. ഇതിനും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് ഇൻട്രൂസീവിന്. അതിന്റെ ഷേപ്പ് എങ്ങനെയാണോ ഇത് സോൾഡിഫൈ ചെയ്ത് ആ ഷേപ്പ് അതിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അത് നമുക്ക് എവിടെ കാണാം? കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഞാൻ വീണ്ടും ഈ കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ? ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾ പേനും പേപ്പറൊക്കെ താഴെ വെച്ചൊന്ന് മനസ്സിലാക്കുക, കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കുക ആവശ്യം വരുമ്പോൾ മാത്രം. കൺസെപ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ ശരിക്കും ക്ലാസ് ആയിട്ട് മുന്നോട്ട് പോകും. അത് ഞാൻ പിന്നെ പറയും. നിങ്ങൾക്ക് ആവർത്തിക്കും വിരസത ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാലും കേട്ടിരിക്കുക. ഇൻട്രൂസീവ് റോക്സിനകത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേണ്ട ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, ഗ്രാനൈറ്റ് ആണ്. മറ്റത് ബസാൾട്ട് ഏതാണ്? എക്സ്ട്രൂസീവ്. ഗ്രാനൈറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻട്രൂസീവിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഈ റോക്സ് റോൾ ഡൗൺ, ക്രാക്സ് ആൻഡ് ഹിറ്റ് ഈച്ച് അതർ ആൻഡ് ആർ ബ്രേക്കൺ ഡൗൺ. ഈ ഇഗ്നിയസ് ആയിട്ടുള്ള റോക്ക് എന്ത് ചെയ്യുന്നു? പല ഇറോഷണൽ ഏജൻസ്, വിൻഡ് പോലെ, വാട്ടർ പോലെ, ഓക്കെ, വിൻഡ് പോലെ, വാട്ടർ പോലെ, അല്ലെങ്കിൽ ഓർഗാനിസംസ് കാരണം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇത് ചെറിയ ചെറിയ സെഡിമെന്റ്സ് ആയിട്ട് മാറും. ഓക്കെ, ഈ ഇഗ്നിയസ് റോക്ക് റോൾ ഡൗൺ ചെയ്ത്, ക്രാക്ക് ചെയ്ത്, ഹിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വിൻഡ്, വാട്ടർ ഇങ്ങനെയുള്ള ഏജൻസ് കാരണം ഇവരെല്ലാം ഇത് സെഡിമെന്റ്സ് ആയിട്ട് മാറാം. ഇനി ഈ വിൻഡും വാട്ടറും, നമ്മള് കടലിലെല്ലാം കണ്ടിട്ടില്ലേ മണൽ വന്ന് കൂടുന്നത്, വാട്ടർ വന്ന് അവിടെ മണൽ, ഇപ്പൊ പുഴയിൽ കണ്ടിട്ടില്ലേ വാട്ടർ കുറെ മണൽ കൊണ്ടോ മണ്ണ് കൊണ്ടൊക്കെ പോകുന്നത്. ഈ വിൻഡിൽ എന്ത് ചെയ്യും? മരുഭൂമിയിൽ വിൻഡ് ഒരുപാട് സെഡിമെന്റ്സിനെ കൊണ്ടുവന്നുണ്ടോ? ഇവർ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇതിനെ ട്രാൻസ്പോർട്ട് കൂടെ ചെയ്യും. ഈ സെഡിമെന്റ്സ് ചെയ്യും ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്തും. അത് അവിടെ നിന്നിട്ട് ഇത് എന്ത് ചെയ്യും? പല ലേയേഴ്സ് ആയിട്ട് സോൾഡിഫൈ ചെയ്യും. അങ്ങനെ ഇഗ്നിയസ് റോക്ക് ആദ്യം എന്ത് ചെയ്തു? ഇറോഡ് ചെയ്ത് അത് പിന്നെ ട്രാവൽ ചെയ്തിട്ടോ അല്ലാതെയോ എന്തായി പല ലേയേഴ്സ് ആയിട്ട് ഒരുമിച്ച് കൂടി ഉണ്ടാവുന്ന റോക്കാണ് സെഡിമെന്ററി റോക്ക്. ഓക്കെ, സെഡിമെന്റ്സ് ചേർന്നുണ്ടാവുന്ന റോക്കാണ് സെഡിമെന്ററി റോക്ക്. അർത്ഥം പോലെ തന്നെ, അതിന്റെ ലിറ്ററൽ മീനിങ് തന്നെ. ഇഗ്നിയസ് റോക്ക് എന്താ? ചൂടായിട്ടുണ്ടാവുന്ന, ഫയർ എന്ന അർത്ഥം. സെഡിമെന്ററി റോക്ക് സെഡിമെന്റ്സ് കൊണ്ട് ഉണ്ടാവുന്ന റോക്ക്, സെഡിമെന്ററി റോക്സ്. അത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യും? കംപ്രസ് ആൻഡ് ഹാർഡൻ. അത് കംപ്രസ് ചെയ്യപ്പെടും. അവിടുത്തെ നാച്ചുറൽ ഏജൻസ് കാരണം കംപ്രസ് ചെയ്യപ്പെട്ടിട്ട് അത് ഹാർഡൻ ചെയ്ത് റോക്കായി മാറും. നിങ്ങൾ ചില റോക്ക് ഞെക്കുമ്പോൾ നിങ്ങൾ പൊടിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈം സ്റ്റോൺ കട്ടി റോള് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താ? സെഡിമെന്ററി റോക്കാണ്. കട്ടി കുറവായിരിക്കും, കാര്യം അതിപ്പോൾ ഫോം ചെയ്തിട്ടുള്ളൂ, കുറച്ച് നാളുകൾ ഫോം ചെയ്തിട്ട്. സോ സെഡിമെന്ററി റോക്സ് അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് കമ്പാരിറ്റീവ്ലി. ഫോർ എക്സാമ്പിൾ സാൻഡ് സ്റ്റോൺ, ഗ്രെയിൻസ് ഓഫ് സാൻഡ് കൊണ്ടുണ്ടാവുന്ന സാൻഡ് സ്റ്റോൺ സോഫ്റ്റ് റോക്ക് ആണ്. അത് കംപ്രസ് ചെയ്ത് ഹാർഡൻ ചെയ്ത് കുറച്ച് തരക്കേടില്ലാത്ത പോലെ ഇരിക്കുന്നുണ്ടെന്നുള്ളൂ, പക്ഷെ അത് എന്താണ്? സെഡിമെന്ററി റോക്കാണ്. പറയുമ്പോൾ റോക്കാണ്, വീക്ക് ആയിട്ടുള്ള റോക്കാണ് സെഡിമെന്ററി റോക്ക്. These rock are contain fossil of plants, animals and other microorganics once lived in them. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇഗ്നിയസ് റോക്ക് ചൂടായിട്ട് സോൾഡിഫൈ ആവുന്നതാണ്, അത്ര തിളച്ച് നിന്ന് സോൾഡിഫൈ ചെയ്യുന്നതാണ്. അതിന്റെ ഉള്ളില് ഓർഗാനിസത്തിന്റെ ഫോസിൽസ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ആ സമയത്ത് കുറെ സ്ഥലത്ത് നിന്ന് കൂടിച്ചേർന്ന് വന്ന് ഒരു ചത്ത് അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരു ഓർഗാനിസത്തിന്റെ മുകളിൽ ഒന്ന് മൂടി കഴിയുമ്പോൾ ഈ ഓർഗാനിസംസ് ഈ പുതിയതായിട്ട് ഫോം ചെയ്യുന്ന റോക്കിന്റെ ഉള്ളിൽ പെട്ടുപോവാം. അങ്ങനെയാണ് നമുക്ക് ഫോസിൽസ് കിട്ടുന്നത്. ഓക്കെ, സോ ഫോസിൽസ് കിട്ടാൻ സാധ്യതയുള്ള റോക്ക് ഇഗ്നിയസ് ആണോ സെഡിമെന്ററി ആണോ? സെഡിമെന്ററി റോക്സിലാണ് എന്തുണ്ടാവുക? ഫോസിൽസ് ഉണ്ടാവുക. ഓക്കെ, ഫോസിൽസ് ഉണ്ടാവുന്ന എവിടെയാ? സെഡിമെന്ററി റോക്കിൽ NCERT കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇഗ്നിയസ് ആൻഡ് സെഡിമെന്ററി റോക്ക്. ഈ ഇഗ്നിയസും സെഡിമെന്ററി റോക്കും ഹൈ പ്രഷറിലും ഹൈ ഹീറ്റിലും ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഫോം മാറും, അതിന്റെ സ്ട്രക്ചർ മൊത്തം മാറി ഉണ്ടാവുന്നതാണ് മെറ്റാമോർഫിക് റോക്ക്. ഫോർ എക്സാമ്പിൾ കാർബൺ മാറി ഡയമണ്ട് ആവുന്നില്ലേ? അതിന്റെ സ്ട്രക്ചർ മൊത്തം മാറും, അത് സോൾഡിഫൈ ചെയ്യും, ക്രിസ്റ്റലൈസ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്നതാണ് മെറ്റാമോർഫിക് റോക്ക്. ഓക്കെ, 3 റോക്ക് ഉണ്ട്: സെഡിമെന്ററി, ഇഗ്നിയസ്, മെറ്റാമോർഫിക്. ഈ സൈക്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് റോക്ക് സൈക്കിൾ. എന്താണ്? ഈ സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് റോക്ക് സൈക്കിൾ. ഇവിടെ റോക്സിന്റെ ഉപയോഗങ്ങളെ പറയാം. നമ്മൾ റോഡ് ഇടുന്നുണ്ട്, മറ്റു ചെയ്യുന്നുണ്ട്, മറിച്ചത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും റോക്ക് കൊണ്ട് ഉപകാരമുണ്ട്, നമ്മുടെ നാച്ചുറൽ മെറ്റീരിയൽ ആണ്. ഇനി ഇതാണ് റോക്ക് സൈക്കിൾ. എങ്ങനെ? ആദ്യം മാഗ്മ കൂൾ ചെയ്തിട്ട് ഒരു ഇഗ്നിയസ് റോക്ക് ഉണ്ടായി, അതിനെ സെഡിമെന്റ്സ് ആക്കിയിട്ട് അത് സെഡിമെന്ററി റോക്കായി മാറി. നേരത്തെ പറഞ്ഞ പോലെ ഈ സെഡിമെന്ററി റോക്കും അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്ക് എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷറിലോ ഹൈ ഹീറ്റിലോ എന്തായി മാറുന്നു? മെറ്റമോർഫിക് റോക്കാക്കി മാറുന്നു. ഈ ഇഗ്നിയസ് സെഡിമെന്ററി റോക്കും ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഹീറ്റ്, പ്രഷർ,
ഹൈ ആവുന്ന കണ്ടീഷനിൽ ഇത് ഡീഫോം ചെയ്ത് ക്രിസ്റ്റലൈസ് ചെയ്ത് ആരായി മാറുന്നു? മെറ്റാമോർഫിക് റോക്ക് ആയി മാറുന്നു. ഇതാണ് റോക്ക് സൈക്കിൾ. ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്തിൽ നിന്ന് എന്തുണ്ടാവുന്നു, എങ്ങനെ ഉണ്ടാവുന്നു, ഇതിന്റെ എക്സാമ്പിൾസ് ഉൾപ്പെടെ എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒരു പടി മുകളിലേക്ക് നമുക്ക് കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇവിടെ എന്താ പറയുന്നത്? അനദർ ടൈപ്പ് ഓഫ് റോക്ക്, വൺ ടൈപ്പ് ഓഫ് റോക്ക് ചേഞ്ച് ടു അനദർ ടൈപ്പ് ഇൻ സർട്ടൻ കണ്ടീഷൻസ് ഇൻ എ സൈക്ലിക്കൽ മാർക്ക്. അതാണ് റോക്ക് സൈക്കിൾ. അത് നമ്മൾ റോക്ക് സൈക്കിൾ എന്ന് വിളിക്കുന്നു. ഇനി മോൾട്ടൺ മാഗ്മ കൂൾ ചെയ്യുന്നു, ഇഗ്നിയസ് റോക്ക് ആയി മാറുന്നു. ദീസ് ഇഗ്നിയസ് റോക്ക് ആർ ബ്രോക്കൺ ഡൗൺ ഇൻടു സ്മോളർ പീസസ്, സെഡിമെന്റ്സ് ആയി മാറിയിട്ട് അവിടെ എന്തുണ്ടാവുന്നു? സെഡിമെന്ററി റോക്ക് ചെയ്യുന്നു. അത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് അതൊന്ന് സോളിഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് കംപ്രസ് ചെയ്യപ്പെടുമ്പോൾ സാൻഡ് സ്റ്റോൺ ആയി മാറുന്നു. ഒരു പാറക്കഷ്ണം കാറ്റ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യപ്പെട്ടിട്ടോ പൊടിയായി മാറുന്നു. പിന്നീട് അത് എവിടെയെങ്കിലും പോയിട്ട് സാൻഡ് സ്റ്റോൺ ആയി മാറുന്നു. മനസ്സിലായില്ലേ? ഇത് എന്ത് ചെയ്യപ്പെടുന്നുണ്ടാവും? പിന്നീട് ഒരുപാട് മണ്ണിന്റെ അടിയിൽ ചെന്നിട്ട് ഭയങ്കര ചൂടിലും ഭയങ്കര പ്രഷറിലും ഇരുന്നിട്ട് ഇത് എന്താവും? ഇത് മെറ്റാമോർഫിക് റോക്കായി മാറും. ഹീറ്റ് ആൻഡ് പ്രഷറിന്റെ ഇതുകൊണ്ട് മെറ്റാമോർഫിക് റോക്കായിട്ട് മാറാം. അങ്ങനെ മാറുന്നതിന് നമ്മൾ മെറ്റാമോർഫിക് റോക്ക് എന്ന് വിളിക്കുന്നു. വീണ്ടും ഈ മെറ്റാമോർഫിക് റോക്കിൽ ഒരുപാട് ചോടടിച്ചു, അത് വോൾക്കാനോട് അടുത്താണ്, അത് വീണ്ടും എന്തായി മാറാം? ആ മെറ്റാമോർഫിക് റോക്ക് വീണ്ടും വോൾക്കാനായി മാറാം, അത് വീണ്ടും ഇഗ്നിയസ് റോക്കായി മാറാം, സെഡിമെന്റ് റോക്കായിട്ട് മാറാം. അപ്പൊ ഈ സൈക്കിൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എർത്തിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും, സ്റ്റിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് റോക്കിന്റെ സൈക്കിൾ. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? നമുക്ക് ആദ്യം മുതൽ ഒന്ന് ആലോചിച്ച് നോക്കാം. കോർഡിനേറ്റ്സ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും വെച്ചിട്ട്. ലാറ്റിറ്റ്യൂഡ്സ് എന്താ? പാരലൽസ് ആണ്. സെയിം ഡിസ്റ്റൻസ് പോലെ ഇക്വേറ്ററിൽ നിന്ന് പോൾ വരെയുള്ള സെയിം ഡിസ്റ്റൻസ് ഉള്ള ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ്സ്. സ്റ്റാൻഡേർഡ് ലാറ്റിറ്റ്യൂഡ്സ് ഏതാ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, താഴെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, മുകളിൽ ആർട്ടിക് സർക്കിൾ, താഴെ അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ ആണ്. 0 ഡിഗ്രിയിൽ ഇക്വേറ്റർ ഉണ്ട്, 90 ഡിഗ്രിയിൽ സൗത്ത് പോളും ഉണ്ട്, നോർത്ത് പോളും ഉണ്ട്. അവിടെ വരെ ഓക്കെയാണ്. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡും വെച്ച് നമ്മൾ കോർഡിനേറ്റും വരച്ചു. ലാറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് ക്ലൈമറ്റിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ക്ലൈമറ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ലാറ്റിറ്റ്യൂഡുകൾ ഉപയോഗിച്ചാൽ, ലോഞ്ചിറ്റ്യൂഡുകൾ ഉപയോഗിച്ച് നമ്മൾ ടൈം സോൺ കണ്ടുപിടിക്കും. അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് രണ്ടും ഓക്കെയാണ്. നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറും സൗത്തേൺ ഹെമിസ്ഫിയറും വെസ്റ്റേൺ ഹെമിസ്ഫിയറും ഈസ്റ്റേൺ ഹെമിസ്ഫിയറും എല്ലാം മനസ്സിലാക്കി. പ്രൈം മെറിഡിയൻ മനസ്സിലാക്കി, ഡേറ്റ് ലൈൻ മനസ്സിലാക്കി, ടൈം ഡിഫറൻസസ് മനസ്സിലാക്കി. ഇതിന്റെ എക്സ്റ്റൻഡഡ് വെർഷൻ നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിൽ കാണും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജിയോമോർഫോളജിയിലേക്ക് ചാടുന്നു. ജിയോമോർഫോളജി നമ്മൾ മനസ്സിലാക്കുന്നു. 3 ലെയർ ഉണ്ട് എർത്തിന്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ലെയർ ക്രസ്റ്റ് ഉണ്ട്, പിന്നെ മാന്റിൽ ഉണ്ട്, കോർ ഉണ്ട്. ഈ ക്രസ്റ്റിൽ തന്നെ പല ലേയേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്നോസ്ഫിയർ ഉണ്ട്, ലിത്തോസ്ഫിയർ ഉണ്ട്. ക്രസ്റ്റിന് തന്നെ വേറെ കുറച്ച് ലേയേഴ്സ് കൂടെ ഉണ്ട്, പ്ലാസ്റ്റിക് ആയിട്ടുള്ള ലേയേഴ്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എന്റെ താഴെ മാന്റിൽ ഉണ്ട്. മനസ്സിലാക്കി. ഇവിടെ മാന്റിൽ മാത്രമേ പറയുന്നുള്ളൂ. 2 തരത്തിൽ മാന്റിൽ ഉണ്ട്. മാന്റിൽ ഈ പറഞ്ഞ പോലെ അപ്പറും അതുപോലെ ലോവർ മാന്റിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പക്ഷെ നമ്മളിവിടെ മാന്റിൽ മാത്രമേ പറഞ്ഞുള്ളൂ. കാര്യമാക്കണം. നമുക്കത് കൺസെപ്റ്റ് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കോഡ് ഇട്ട് തന്നെ പഠിക്കാം. ഒരു കോഡ് ഇട്ട് മറക്കാത്ത രീതിയിൽ പഠിക്കാം. ഇനി ക്രസ്റ്റിനോ അല്ലെങ്കിൽ കോറിനോ അതും 2 കോറുണ്ട്, ഇന്നർ കോർ, ഔട്ടർ കോർ. ഓക്കെ, ഇതെല്ലാം പറഞ്ഞു. അതിന്റെ ആഴവും വ്യാപ്തിയും എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് റോക്സിലേക്ക് ചാടി. 3 തരം റോക്സ് ഉണ്ട്: ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റാമോർഫിക്. അത് റോക്ക് സൈക്കിൾ വെച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി, എക്സാമ്പിൾസ് മനസ്സിലാക്കി. ഗ്രാനൈറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? ഇഗ്നിയസ് തന്നെ ഇൻട്രൂസീവും എക്സ്ട്രൂസീവും ഉണ്ട്. എക്സ്ട്രൂസീവിന് എക്സാമ്പിൾ ബസാൾട്ട് ആണ്. അതുപോലെ ഇൻട്രൂസീവിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഗ്രാനൈറ്റ് മനസ്സിലാക്കി. ഈ സെഡിമെന്ററി റോക്കിന് സാൻഡ് സ്റ്റോണിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് എവിടെ പറയാം? ക്ലാസ്സിൽ ഓരോ റോക്കിന്റെ എക്സാമ്പിൾസ് എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കാം. ബസാൾട്ട് ഇസ് ഡാഷ് ടൈപ്പ് ഓഫ് റോക്ക്, ഗ്രാനൈറ്റ് ഇസ് എ ഡാഷ് ടൈപ്പ് ഓഫ് റോക്ക്, മാർബിൾ ഇസ് എ ഡാഷ് ടൈപ്പ് ഓഫ് റോക്ക്, ഡയമണ്ട് ഇസ് എ ഡാഷ് ടൈപ്പ് ഓഫ് റോക്ക്. ഇങ്ങനെ പലതും ചോദിക്കാം. ഓക്കെ, ഈ ചോദ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. സോ ഇനി നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിൽ ഏതാ കാണാൻ പോകുന്നപ്പോൾ നമ്മൾ എർത്തിനെ പറ്റി കാണും. അത് കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ആദ്യം ജിയോമോർഫോളജി ഫുള്ള് കാണും. പിന്നെ ഡ്രൈനേജ് സിസ്റ്റം കാണാനുണ്ട്. നമുക്ക് റിവറിനെ പറ്റി പഠിക്കണം, മൗണ്ടൻസിനെ പറ്റി പഠിക്കണം, ക്ലൈമറ്റിനെ പറ്റി പഠിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കണം. ഇവിടുന്ന് എല്ലാം സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന. ഓക്കെ, നമുക്ക് ഇതെല്ലാം വളരെ ചിട്ടയായിട്ട് സ്ട്രക്ചറിൽ തന്നെ കവർ ചെയ്യാം. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.